എൻ്റെ ഒട്ടകത്തിന് കെട്ടുന്നൊരു കയറ് അത് നഷ്ടപ്പെട്ടു പോയാൽ ഖുർആനിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കും. ഖുർആനിൽ നിന്ന് കയറ് കണ്ടുപിടിക്കും എവിടെ ഉണ്ട് എന്നുള്ളത്. അതിനെപ്പറ്റി അറിയണം. അറിയുന്ന ആളുകൾക്ക് അത് പറയാൻ കഴിയും. ഇതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആണായാലും പെണ്ണായാലും സാധാരണക്കാരാണെങ്കിലും അല്ലാത്ത പ്രത്യേകക്കാരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാമിലുണ്ട്. പക്ഷെ നമ്മളത് പഠിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഇസ്ലാമിലെ നിസ്കാരം, നോമ്പ്, ഒരു വെള്ളിയാഴ്ചത്തെ ജുമാ, പെരുന്നാൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒതുക്കി വെച്ചു. ബാക്കിയൊക്കെ അപ്പന മനസ്സിൽ നമ്മളെ ഇഷ്ടം. നമ്മൾ പെരേറ്റിനോടത്തും നമ്മളെ വണ്ടി വാങ്ങുന്നിടത്തും നമ്മൾ തുണിപ്പഴക്കുന്നിടത്തും നമ്മുടെ കല്യാണത്തിനും നമ്മുടെ കാര്യത്തിനും നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ജോലിക്കൊന്നും ഈ ഇസ്ലാം ബാധകമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. സത്യത്തിൽ ഒരാൾ പൂർണ്ണ മുസ്ലിം ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിസ്സാറാണ് നഖം മുറിക്കൽ. ആ നഖം മുറിക്കുമ്പോൾ വരെ എന്ന് മുറിക്കണം, എങ്ങനെ മുറിക്കണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ആ നഖം മുറിച്ച നഖം എവിടെ ഇടണം, എന്നിട്ട് ആ മുറിച്ചതിന് കയ്യും കയറി കഴുകൽ അടക്കമുള്ള കാര്യങ്ങൾ വളരെ ഇത്ര നിഷ്ഠമായി പറഞ്ഞ ഒരു മതം വേറുണ്ടാവണമെന്ന് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരു കൽപ്പന ഉണ്ട്. ഒരു കൽപ്പനയാണ്, ഉദ്ഖുലൂ ബിസ്സിൽമി കാഫ, നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ പൂർണ്ണമായി കടക്കണം. നമ്മളൊക്കെ തൊലിപ്പുറത്ത് കൂടെ അങ്ങനെ കടക്കുക. പലപ്പോഴും നമുക്ക് തോന്നൽ കേൾക്കും നമ്മളൊക്കെ ഇതൊന്നും ഇസ്ലാമിൽ, അതായത് ചില മഹാന്മാരെ കഥകളൊക്കെ വായിക്കുമ്പോഴേ നമ്മളൊന്നും ഇസ്ലാമിക്കടെ എത്തിയിട്ടില്ല. നമ്മളമ്മായി പിടിച്ച് പാക്കഞ്ഞിയമാതിരി നമ്മളപ്പനാണ്, മുസ്ലിമാണ്, എൻ്റെ മതേത റിലീജിയൻ എന്നുള്ള കോലം പൂരിക്കും മുസ്ലിങ്ങൾ. പക്ഷെ നമ്മളെ പ്രവൃത്തിയും നമ്മളെ വാക്കും നമ്മളെ ഇടപാടുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അള്ളാഹിൻ്റെ ലിസ്റ്റിൽ ചെല്ലുമ്പോൾ മുസ്ലിമായിട്ടുണ്ടാകുമോ എന്ന് വളരെ സംശയിക്കേണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സംശയിക്കേണ്ട കേസാണ്. അതുകൊണ്ടാണ് അധികം ആലോചിച്ചോക്കണം അമ്പ്യാക്കന്മാരൊക്കെ പകത് വേർക്കേണ്ട ആവശ്യം. അതിപ്പോൾ നബിമാരുടെ കൂട്ടത്തിൽ എല്ലാവരോടും പിൻപറ്റാൻ നബിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അനിത്തബി മില്ലത്ത് ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ ചര്യയെ നിങ്ങൾ എല്ലാവരും പിൻപറ്റണമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനങ്ങളാണ് ബഹുമാനപ്പെടുന്നത് റസൂലുള്ളാഹി തങ്ങളാണ്. പക്ഷെ ആ റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ, സലാത്ത് ഇബ്രാഹിം ശ്രേഷ്ഠമുള്ള സലാത്താണ്. ആ സലാത്താണ് നമ്മൾ വൈകിത്തിരിക്കുമ്പോഴും രണ്ടാം തക്ബീറിന് ശേഷം, ഇനി അല്ലാത്ത സാധാരണ നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിന് ശേഷം ചെല്ലുന്ന സലാത്ത്. അവിടെ ചെല്ലുന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അവൻ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യ റബ്ബേ, ഇബ്രാഹിം നബിക്ക് ഗുണം ചെയ്തതുപോലെ ഇബ്രാഹിമിൻ്റെ കുടുംബത്ത് ഗുണം ചെയ്തതുപോലെ, ഇബ്രാഹിം നബിക്ക് ബർക്കത്ത് ചെയ്തതുപോലെ അതുപോലെ ഇബ്രാഹിമിൻ്റെ കുടുംബത്ത് ബർക്കത്ത് ചെയ്തതുപോലെ. അപ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ അതിൽ പോലും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് ആരെയാണ്? റസൂലുള്ളാഹി ഇബ്രാഹിം നബിയാണ്. അത്ര വലിയ സ്ഥാനത്തുള്ള ആളാണ് ഇബ്രാഹിം നബി. വേറെ ആ ഇബ്രാഹിം നബിനെ അള്ളാഹു നല്ലോണം പരീക്ഷിച്ചു. നമ്മളെ പരീക്ഷണമല്ല, നമുക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ പരീക്ഷണം വരുമ്പോഴേക്ക് നമ്മളാകെ ബേജാറായിട്ട് പഠിച്ചോ എന്താ ചെയ്യണം. ഇബ്രാഹിം നബിൻ്റെ ജനനം നമുക്ക് കഥ പറഞ്ഞു വെച്ചുകൊണ്ട് ജനനം തന്നെ പരീക്ഷണത്തിനാണല്ലോ. ഉമറൂദ് സ്വപ്നം കണ്ടിട്ട് എല്ലാ ആൺകുട്ടികളെയും കൊല്ലണ നേരാണ്. ആ സമയത്ത് ഇബ്രാഹിമിൻ്റെ ജനനം. സ്വന്തം പേരിൽ പെറ്റെടുക്കാൻ വരെ ഇബ്രാഹിമിൻ്റെ ഉമ്മാക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ. മലൻ്റെ മുകളിൽ പോയിട്ട് പൊത്തിൻ്റെ ഉള്ളിലുള്ള പെറ്റത് നിങ്ങൾ പുറത്തിറങ്ങി കഴിയില്ലല്ലോ. പിന്നെ കുറേ കാലം നിന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ നാട്ടിൽ ഇറങ്ങി നോക്കുമ്പം നാട്ടുകാരെ എതിർക്കും, പൊരി നിമ്മി വാപ്പിയിട്ട് പിന്നെ എതിർക്കും. ആ എതിർപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെണ്ണിട്ടി പോയി നോക്കുമ്പോൾ അവിടുന്ന് വേറെ എതിർക്കും. അവസാനം കുട്ടികൾ ഉണ്ടാകാത്ത സിപ്പ്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴോ വേറെ പെണ്ണ് കെട്ടി നോക്കുമ്പോൾ ആ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പ്രശ്നം. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെയൊക്കെ വിഷമിച്ചിട്ടും ആ ഇബ്രാഹിം നബി ഇസ്മായിലിൻ്റെ കയ്യും പിടിച്ച് പോയിട്ട് ദുആ ഖുർആനിലുണ്ട്. എന്താണത്? റബ്ബനാ തഖബ്ബൽ മിന്നാ. ദുആനെ പറ്റി പറയുമ്പോൾ വിശദീകരണം പറയാം. റബ്ബനാ തഖബ്ബൽ മിന്നാ,
പടച്ചോനായിട്ട് ഇത് സ്വീകരിക്കണം. സ്വീകരിച്ചിട്ട് അതിൻ്റെ കൂലി ഞങ്ങൾക്ക് തരേണ്ട എന്താണ്? ദുന്യാവല്ല. വജഅൽനാ മുസ്ലിമൈനി ലക. അടിമകളെ പോയിട്ട് ചരിത്രം പലപ്പോഴും കേട്ടതോ. വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടാളെയും ഈ മുസ്ലിമായിട്ട് അംഗീകരിക്കണം റബ്ബേ. ആരംഭ ചോദിക്കുന്നത് 1.25 ലക്ഷം പ്രവാചകന്മാർ അല്ലാഹു തആല പറഞ്ഞയച്ചിട്ട് അതിലാകെ 25 പേര് മാത്രമേ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളൂ. അപ്പൊ ആ കൂടുന്ന കടഞ്ഞെടുത്ത ആൾക്കാരാണ്. ആ കടഞ്ഞെടുത്ത് 25 കൂട്ടത്തിൽ നിന്ന് ഇബ്രാഹിമി സരണി എന്ന് പറഞ്ഞ സരണിയിലുണ്ടാക്കിയ ആളാരാണ്? ഇബ്രാഹിം നബിയാണ്. അള്ളാഹ് നല്ലോണം പരീക്ഷിച്ചിട്ടാണ് എന്താക്കിയത്? ഇമാമു എന്നുള്ള പദവിയാണ് കൊടുത്തത്. എല്ലാ പരീക്ഷ ഒരു മനുഷ്യൻ തീരെ IPS കടക്കാറായില്ല, അവന്റെ പരീക്ഷ എന്താ? നാട് വിട്ടിട്ട് പോകേണ്ടി വരാൻ അതിന്റെ പരീക്ഷണം എന്താ? കെട്ടി 2 പെണ്ണുങ്ങൾ തെറ്റായി കാരണം അതിന്റെ പരീക്ഷണം എന്താ? സ്വന്തം ഉണ്ടായ കുട്ടിനെ കൊണ്ടുപോയിട്ട് ഒരു മരുഭൂമി കൊണ്ടിട്ടുണ്ട് പോരെന്ന് പറഞ്ഞ പരീക്ഷണം എന്താ? ചില്ലറപ്പത് ഫലസ്തീനികളുടെ പരീക്ഷ നമ്മളൊക്കെ വിഷമം പറയണില്ലേ? ആലോചിക്കുക. അതിന്റെ അപ്പുറല്ലിപ്പത് ആരാ പരീക്ഷിക്കണത്? അതാണ്. അങ്ങനെയൊക്കെ കടുത്ത തീഷ്ണ പരീക്ഷണത്തിന് വിധേയനായി. എന്നിട്ട് അള്ളാഹ് പ്രത്യേകം വിളിച്ചു പറയാണ്, നിങ്ങളെ പള്ളി ഉണ്ടാക്കണം. നമ്മളൊക്കെ ഉണ്ടാക്കണപ്പോൾ മൊത്തം അള്ളാഹ് പറഞ്ഞ കൂട്ടത്തിന് പൊടിവെക്കും. നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ മൊത്തം കൂടി അത് അന്ന് പെടുത്തി തെറ്റ് നമ്മൾ ദ്വാരക്കുക. അതുതന്നെ ഇതൊക്കെ ലിസ്റ്റിലുണ്ടോ കിസറായി പോകുക. അള്ളാഹു കിസറെന്നവരായി പോളിയും ചക്കരയൊക്കെ കുറച്ച് കിസറായി പോവുക. നമ്മളെ ക്ലാസ്സും നമ്മളെ വെള്ളിയും ക്ലാസ്സും മാത്തുവരിയും കിസറായി പോയാൽ പിന്നെ നമ്മളെ പണി പടച്ചോ കാത്തു വെച്ചിട്ടെ അന്നൊക്കെ കബൂലാക്കട്ടെ. കാരണം നമ്മുടെ ജീവിതവും കിസറും ആയിക്കൂടെ ചെയ്യണം കൂടി കിസറായി പോയാൽ അതിൽ തന്നെ നീയത്ത് എങ്ങനെ പിന്നെ ഇയാൾ പറഞ്ഞ മാതിരി ഇവർ കിട്ടിയത് വേറെ ചിന്ത വരിക. അങ്ങനെ പെടും. അത് കിസറുടിയായാലും അതൊന്നും ഇല്ലാത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അർക്കാൻ ബാപ്പാന്റെ മുമ്പിൽ പഠിച്ചോന്ന് വേണ്ടി കടന്ന ഓർത്ത് ഇസ്മായിൽ നബി ഇസ്ലാം. ഞാൻ അതിലാറെ അപ്പുറം ഏതായാലും മുത്തക്കികളിൽ ആ 2 ആളും പഠിച്ചോട് ചോദിക്കുന്നത് എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ. അവിടെ ഞാൻ റമദാൻ വരികയാണ്. അപ്പൊ ദ്വാരക്ക് അല്ലാഹു ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ വഫിഖ്നാ ഫീഹി ലിസ്വിയാമിൽ ഖിയാം വതിലാവത്തുൽ ഖുർആൻ ചോദിക്കാൻ മുകളിൽ. ആ ചോദ്യത്തിന്റെ ഒക്കെ മർമ്മം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അങ്ങനെ ഉള്ളു തട്ടാതെ എവിടെയെങ്കിലൊക്കെ പോയിക്കാണ് ചോദിച്ചിട്ട് 9 തങ്ങൾ വരും മീൻ തീർച്ചയാക്കിയ വരും. അങ്ങനത്തേതല്ല, ഉള്ളു തട്ടിയുടെ ചോദ്യമാണ്. എന്നിട്ട് ചോദിക്കുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ. ഈ പ്രത്യേകം വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ പള്ളി ഉണ്ടാക്കിയാണ്. പക്ഷെ ഉണ്ടാക്കിയെന്ന് കൊണ്ട് കാര്യമില്ല, അത് ഇജ്ജ് സ്വീകരിക്കണ്ടേ. നിങ്ങൾ ചിലപ്പോൾ ബേജാറ്, നമുക്കത് ബേജാറിനല്ലല്ലോ. നിക്കച്ചോ നമ്മൾ പറയാം. അവിടെ നമ്മളെ വളവർത്തെ സക്കാഫി അല്ലാഹു തആല കവറ് സന്തോഷമായി കൊടുക്കട്ടെ. നിക്കച്ചല്ല നിക്കച്ചുമാരെ കാട്ടിക്കൂട്ടാ. നമ്മൾ നിക്കച്ചുമാരെ കാട്ടല്ലേ. ഞാൻ പണ്ട് കൂടെ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ ഉടനെ ണ്ട് ഭർത്താനൊക്കെ പറഞ്ഞു അതിനാണ് ഊരിക്കടയിൽ നിസ്കരിച്ചാണല്ലോ. എന്നാലും നമ്മൾ നിക്കച്ചുമാരെ കാട്ടില്ലേ എന്ന് വെച്ചു. നിക്കച്ചുമാരെ കാട്ടുക. ആ നിക്കച്ചുമാരെ കാട്ടുക. അവർക്ക് ആദ്യം മനസ്സിലായില്ല. നിക്കച്ച് അറിഞ്ഞ അല്ല നമ്മൾ നിക്കച്ചുമാരെ കാട്ടുകാർ വേണ്ടിയും പോയി. അവന്ത് നമ്മൾ കാട്ടിക്കൂട്ടുക. നിക്കാരാണ്ടോ അല്ലേ എന്നുള്ളത് നമ്മളല്ലല്ലോ തീരുമാനിച്ചത്. അതല്ലേ നമ്മൾ നിക്കച്ചുമാരി കാട്ടുക. നിസ്കാരാണോ അല്ലെന്നത് ആരാ തീരുമാനിച്ചേണ്ടത്? അച്ഛനാണ്. ൂപ്പര് വളരെ സത്യമാണ്. നമ്മൾ കാട്ടിക്കൂട്ടലാണ് നമ്മളത്. അപ്പൊ ഇത് ഇബ്രാഹിമിന്റെ കാട്ടിക്കൂട്ടലല്ല, ഞാൻ പറഞ്ഞത് മനസ്സ് തട്ടിയതാണ്. എന്നിട്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചോദിക്കുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ. പടച്ചോനെ സ്വീകരിക്കണം കേട്ടോ. അപ്പേ ഒരു പോയിന്റ്. അതിന് 2ാമത്തെ പോയിന്റ് അപ്പൊ നമ്മൾ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പോയത് എന്താ? വജഅൽനാ മുസ്ലിമൈനി ലക. ഞങ്ങൾ 2 ആളിക്ക് മാപ്പഴഞ്ഞായിട്ട് പരിഗണിക്കണം കേട്ടോ. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അങ്ങനെ ഞങ്ങളെ മുസ്ലിം ആക്കണമെന്ന് പടച്ചവനോട് പറയണമെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ അയലോക്കത്ത് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിഷയം. അതെന്ത്? ഒരാൾ കംപ്ലീറ്റ് മുസ്ലിം ആകണമെങ്കിൽ ഓൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഇസ്ലാം വേണം. തിന്നോടത്ത് ഇസ്ലാമില്ല, കുടിച്ചിനോടത്ത് ഇസ്ലാമില്ല, പാത്തിനോടത്തില്ല, അരക്കിരിക്കോടത്തില്ല, കല്യാണത്തിലില്ല, അക്കാര്യത്തിലില്ല. പിന്നെ എവിടെ ഇപ്പോൾ ഇസ്ലാമുള്ളത്? പള്ളിക്ക് വന്ന ഇസ്ലാം നിൽക്കച്ചു കൊടുത്തു. ആ ഇസ്ലാമോട് തലയിലിടും. അത് പോരുമ്പോൾ കഴിച്ചു പോരും ചേച്ചു. അല്ല ഇങ്ങനെ മാത്രമായി മാറുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂതമതത്തിൽ നല്ല പരിജ്ഞാനമുള്ള ആളെയും
മൂപ്പര് തൗറാത്ത് പാരായണം ചെയ്യുമ്പം അതിൽ റസൂലുള്ളാഹിന്റെ സിഫത്തുകളൊക്കെ കണ്ട് മനസ്സിലാക്കി അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ആ കഥ നമുക്ക് പിന്നെ പറയാം. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് ആഴത്തിൽ പഠിച്ചു നടത്തും. തൗറാത്ത് നല്ല പണ്ഡിതനാണ്. ആ തൗറാത്തിൽ ഉണ്ടല്ലോ ഇനി പ്രവാചകൻ വരും, ആ പ്രവാചകന്റെ യോഗ്യത ഇന്നതൊക്കെയാണ്, ആ ഇന്ന കാലത്തായിരിക്കും വരിക. അപ്പം ഇത് ശരിക്കും ആഴത്തിൽ പഠിച്ച ആളുകൾക്കറിയും. ഇപ്പൊ ഖിയാമത്ത് അലാമത്ത് അടയാളം നല്ലോണം പഠിച്ച് മൂലവർ ഇപ്പം പറയുന്നേ ഖിയാമത്ത് വലിയ പഴക്കൊന്നുമില്ല. അതുകൊണ്ട് ഹദീസിൽ പറഞ്ഞ ഏകദേശം അടയാളങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പഠനപ്രകാരം ഞാൻ പൂർണ്ണമായി പഠിച്ച ആളല്ല, ഒരു 80% എന്തായിരുന്നാലും ഖിയാമത്ത് അടയാളങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ അടയാളങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇനിയിപ്പി ഹർജൊക്കെ ആയിപ്പെട്ടെങ്കിൽ കാലാവസ്ഥൻ്റെ മാറ്റം ആയിപ്പെട്ട, സാധനങ്ങളുടെ വില കൂടുതൽ ആയിപ്പെട്ട, പരസ്പരമുള്ള വിശ്വാസക്കുറവ്. ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർക്ക് റസൂലുള്ളാഹിത്തുള്ള ആരാണ്, എവിടെയാണ് വരിക അത് വ്യക്തമായിട്ടുണ്ടല്ലോ. മരുഭൂമിയിലായിരിക്കും വരിക, അതുപോലെ തന്നെ മാർക്ക കല്യാണം കഴിച്ചിട്ടായിരിക്കും വരിക, ഇന്ന അടയാളങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൂടെ അനുയായികൾ ഉണ്ടാകും, പേര് വരെ ഇന്ന പേരായിരിക്കും. അപ്പം ഇതൊക്കെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞ് ആ ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. നിരവധി ഹദീസ് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ മഹാനവകൾക്ക് ഒരു ചെറിയൊരു തകരാറ്. എന്താ? ഒട്ടകത്തിൻ്റെ പാല് കുടിക്കൂല, ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കൂല. ഒട്ടകപ്പാല് കുടിക്കൂല, ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കൂല. ഒന്നുമല്ല, പ്രകൃതിപരമായിട്ട് അത് ജൂതമതത്തിൽ ഒട്ടകപ്പാല് കുടിക്കൂല, ഒട്ടകത്തിൻ്റെ ഇറച്ചി തിന്നൂല. അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ദീപാവലി സംബന്ധിച്ചിടത്തോളം പോത്തിറച്ചി വെക്കുക അലർച്ചി ഫൈവ് വേണം. ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈറച്ചി പശുവാണ് അവരറക്കുക. ദീപിൽ പോത്തിറക്കൂല. നമുക്ക് നേരെ തിരിച്ചാൽ നമ്മൾ നല്ല പോത്തിൻ്റെ അസർപ്പെടുക്ക ചെന്ന് പോത്താണ് കയറി, നല്ല ഒറിജിനൽ പോത്താണ്, ഏറ്റവും മകളൊരു പോത്താണ്. ബീഫ് കണ്ടുകൊണ്ട് ആ പശുവും പിന്നെ ഇതൊക്കെ കൊടുക്കും ചിലപ്പോൾ. അതിനുമേറ്റ് നമുക്ക് നല്ല പോത്തറച്ചി. ഇവര് പറഞ്ഞു അയ്യൻ്റെ കറുത്ത നിറം ആ ചളി കിടക്കണത്ര തിന്നൂലാണ് ദീപാവലി പറയും. അവൻ്റെ നമുക്ക് ശീലമല്ല. അതൊരു ആട്, നമ്മൾ ആട്ടുംപാലിനോട് ഭയങ്കര വിലല്ലേ. അവിടെ ആട്ടുംപാലൊരു കുടിച്ചനല്ല. നമ്മുടെ അതിൽ നിന്നും ആട്ടുംപാൽ ആട്ടുപാല് നമുക്ക് മതി. ആ വിട്ടാക്കണല്ലോ, കൂടുതലല്ലോ. ആടിനൊക്കെ അങ്ങനെ വിട്ടാക്കണം. അവർ തള്ളാതെ കുട്ടികളങ്ങനെ ഇണ്ടി തീർക്കാന്നുള്ളതല്ലാതെ മനുഷ്യന്മാരെന്ത് ചെയ്യില്ല, ആടിനെ കറക്കലില്ല, കുടിക്കൂല. അവൻ്റെ ചോർക്ക് ശീലമില്ല, കുടിച്ചിട്ടില്ല. അവൻ ഞമ്മക്ക് അതേപോലെ ശീലമില്ലാത്തതിൻ്റെ പേരിൽ വെറുപ്പാണ്. ഒരു പ്ലേറ്റ് തിന്നൽ തന്നെ. ഞാൻ അവിടെ ഫാറൂഖ് ഉസ്താദ് കുടുങ്ങിയ ഒരാൾ 4-5 ആൾ കൂടി ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാനാണ്. അപ്പം ഇവിടെ ശീലം മൂപ്പർക്ക് ഒട്ടകപ്പാല് കുടിച്ചിട്ടും ഒട്ടകത്തിൻ്റെ ഇറച്ചിന് ശീലമല്ല. ആ മൂപ്പര ഒന്നും ഉണ്ടായിട്ടല്ല, വേണ്ട. അപ്പം അതിനോട് ഇങ്ങനെ വിട്ടു. അല്ല ഖുർആൻ ഇറക്കിയിട്ട് പറഞ്ഞു പറ്റില്ല, ഇതുഹൊരു വിസ്സൽമി കാഫ. ഒരു മതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഒട്ടകത്തിൻ്റെ പാല് കുടിക്കണം, ഒട്ടകത്തിൻ്റെ മാംസം തിന്നണം. അർജുനങ്ങൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പാടത്തിനൊക്കെ ആയത്താണ്. അതായത് ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നുകൊണ്ട് പൂർണ്ണ മുസ്ലിമാവില്ല. ഭക്ഷണം കഴിക്കുന്നിടത്ത് എന്തിരിക്കുന്നു, എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ ഞാൻ മുസ്ലിമാണെന്ന് പറയണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് എന്തായിരിക്കണം, പൂർണ്ണ ഇസ്ലാമിയത്ത് ഉണ്ടായിരിക്കണം. അയാളുടെ വേഷവിധാനങ്ങൾ അടക്കം ഭക്ഷണവും എല്ലാം എന്തായിരിക്കണം, ഇസ്ലാമിയത്ത് ഉണ്ടാവണം. എന്തുകൊണ്ട്? ഇസ്ലാം നമ്മോട് കഴിക്കാൻ പറയുന്ന ഭക്ഷണവും കഴിക്കാൻ പറയുന്ന ഖദറൊക്കെ നമ്മളെ ആരോഗ്യത്തെ പരിഗണിച്ചിട്ടാണ്. ഒരാൾ ഉണ്ടാക്കിയ സാധനത്തിന് എങ്ങനെ അത് ഉണ്ടാക്കി ആക്കാനുള്ള അതിൻ്റെ ഖദർ അറിയാം. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയത് പഠിച്ചതാണ്. അപ്പം നമ്മൾ ഒരാൾ ജീവൻ നിലനിൽക്കണമെങ്കിൽ എത്ര ഭക്ഷണം വേണം, അത് എന്തൊക്കെ വേണം എന്ന് വെച്ചാൽ മത്സ്യം, മാംസ്യം, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ, എന്തൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, ഓക്സിജൻ, ഒരു ശരീരത്തിന് ആവശ്യമുള്ള എന്തൊക്കെ ആൾക്കാരും അള്ളാഹ്ക്കറിയും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ഇപ്പം ഫിത്രക്കാത്തിന് അരി കൊടുക്കാൻ പറഞ്ഞു, ഒലിയത്തിന് പോത്തിറക്കാനും പാടും. കാരണം 2 വിഷയമാണ്, മാംസ്യവും ആഹാരവും വേണം, അതുപോലെ സസ്യാഹാരവും വേണം. വെള്ളം കുടിക്കാൻ പാടും. പക്ഷെ വെള്ളം കുടിക്കേണ്ടത് അപ്പോഴാണ് വേണം. നമ്മളതൊക്കെ ലംഘിക്കുന്നുണ്ട്. ആ ലംഘിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, രോഗങ്ങളൊക്കെ, മിക്കവാറും രോഗങ്ങളൊക്കെ വരുന്നത്. ഇസ്ലാമിൻ്റെ കൾച്ചർ അനുസരിച്ചിട്ടുള്ള ഭക്ഷണം അത് മാത്രം കഴിക്കുകയും
ആ ചിട്ട പാലിക്കുകയും ചെയ്താൽ, ഉദാഹരണം നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ വെള്ളം കുടിക്കുക, ഉടനല്ല ചില ഇടക്കിടക്ക് കുടിച്ചു, ഇവിടെ സിമെന്റ് അരച്ചു വെക്കണ മാതിരി ഇങ്ങനെ ഇടക്കിടക്ക്, അതെന്തായാലും കേടാണ്. ആ ഭക്ഷണം ദഹിപ്പിക്കുന്നില്ലാതെ എന്ന് പറയുന്നത്. പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മിനിമം 1 മണിക്കൂറെങ്കിലും കഴിക്കണം. കൊല്ലി കെട്ടിയിട്ടേ ചേരാകാത്തതുകൊണ്ട് നമുക്കന്മാര് പൊടി വരക്കി തന്ന അന്നെ തുടങ്ങികള് വെള്ളമായി തടി കൂടെ കുടിപ്പിച്ച്. ഈ പാകിസ്ഥാനികളൊക്കെ 3 തന്തൂരി ഒരുപാട് പിന്നെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കുരുകുരൊക്കെ തന്നെ കണ്ടില്ലേ? ഈ രസം അറിയാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന്റെ രസം എവിടെയാ അറിയാം? അണ്ണാക്കൊണ്ട് അറിയില്ല, അത് നാവുകൊണ്ടാണ് അറിയാം. വേറെ തായ്പല്ലടി ഒന്നും അറിയില്ല, ഈരിയോടൊന്നും അറിയില്ല. രസം അറിയണമെങ്കിൽ നാവ്, ആ നാവിന്റെ മുകളിലുള്ള ആ പ്രത്യേക കുമിളകളാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചൂടുള്ള ചായക്കെ കുടിച്ച് പൊള്ളിപ്പോയാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യില്ല, നമ്മളൊന്നും തീരെ നമുക്ക് പിന്നെ കുറേ കഴിയണം. കള്ളുടിച്ചവർക്ക് വസ്ത്രഗണമായി അത് പോയതിൻ്റെ ശേഷം തിരിയാം. അതപ്പോൾ അതിൻ്റെ മുകളിൽ അള്ളാഹത്ത് ഫിറ്റാക്കി തന്നാണ്. ഇതുപോലെ ഉമിനീര് ഗ്രന്ഥി അള്ളാഹത്തിന് വെച്ച് തന്നിട്ടുണ്ട്. ഈ ഉമിനീര് എന്തിനു വെച്ചതാണ്? ഒന്ന്, ഒരു മനുഷ്യന്റെ സംസാരം ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ ആ ഉമിനീരാണ് വേണം. ഇല്ലെങ്കിൽ നാവ് ഒട്ടിപ്പോയാൽ സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എവിടുന്നത് ഉണ്ടാണെന്ന് അറിയില്ലല്ലോ, അള്ളാഹുത്തിന് ഓട്ടോമാറ്റിക് എന്ത് ചെയ്താണ് തന്നതാണ്. അള്ളാഹുന്റെ ഓരോ സംവിധാനങ്ങളാണ്. ആ സംവിധാനത്തിൽപ്പെട്ട ഒന്നാണ് ദഹിക്കാൻ ആവശ്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ലേശം രാസപദാർത്ഥങ്ങളിൽ വേണം. നമ്മളെ എന്താ പറയേണ്ടത്, ദഹിപ്പിച്ച് വളിയുന്ന സാധനങ്ങൾ അത് ഉമിനീരിൽ നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണ് മുറി പറ്റിയ സമയത്ത് നമ്മൾ പച്ചവെള്ളം തേക്കണേക്കാൾ നീറ്റ് ഉമിനീര് വെച്ചുണ്ടാവും, ഫലം ഉണ്ടാവും. അതിനല്ലാത്ത പ്രത്യേകമായിട്ട് വെച്ചിരുന്ന സാധനം. റസൂലുള്ളാഹിക്ക് സിദ്ദീഖുലൊക്കെ പ്രത്യേകങ്ങൾക്ക് വിഷം പറ്റിയപ്പം റസൂലുള്ളാഹി ഉമിനീരാണ് തേച്ചു കൊടുത്തത്. റസൂലുള്ളാഹി ഉമിനീരാകുമ്പോൾ ഒന്നുകൂടെ പവർ കൂടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഉമിനീര് അത് ഭക്ഷണത്തിന്റെ കൂടെ അങ്ങനെ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുമ്പം ആ ഭക്ഷണം എന്തെയും ദഹിക്കാൻ കാരണം. നമ്മൾ ഓരോ ട്രിപ്പിലും ഇങ്ങനെ ഭക്ഷണത്തിന് ഉള്ളിന്റെ കൂടെ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ ആ ഉമിനീരിന്റെ യഥാർത്ഥ ഫലം നഷ്ടപ്പെട്ടു. പാലിലും മോരിലും വെള്ളം കൂട്ടുകയാണ്. അപ്പൊ അതിന് പരിപൂർണമായി ദഹിപ്പിക്കാനുള്ള ശക്തി കുറഞ്ഞു. അപ്പൊ ഭക്ഷണം അതങ്ങനെ കിടക്കും. ഇതാണ് ദഹനക്കേടിന്റെ ഒരു കാര്യം. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ ഗ്യാസ് അടക്കമുള്ള ഭക്ഷണങ്ങൾ വേറെ അതുപോലെ തന്നെ എന്താ പറയുക ഈ ദഹിക്കാതെ ഇങ്ങനെ കിടക്കുമല്ലോ, അതൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഈ പറഞ്ഞ ഇടയിലുള്ള വെള്ളം കൂടിയാണ്. അപ്പോൾ 1 മണിക്കൂർ നേരം ഉമിനീര് മാത്രമായി ഏകദേശം ഭക്ഷണമൊക്കെ സെറ്റപ്പായി കഴിയുമ്പോൾ പിന്നെയാണ് ഉണ്ടാക്കേണ്ടത് വെള്ളം കുടിക്കേണ്ടത് എന്നാണ്. ശാസ്ത്രം അങ്ങനെ പലരുണ്ട്, ഇസ്ലാം അങ്ങനെ തന്നെ പലരുണ്ട്. അതുപോലെ വൈരുദ്ധ്യാഹാരങ്ങൾ, അതിന് മുമ്പൊക്കെ പറഞ്ഞേ വൈരുദ്ധ്യാഹാരം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമായിട്ട് എന്തും അങ്ങനെ തന്നെയാണല്ലോ. ആ ഓപ്പോസിറ്റ് പലരുണ്ടാകുക ഒരേപോലെ പോകുമ്പോൾ ചുടുവെള്ളവും പച്ചവെള്ളവും മിക്സാക്കും. അതിപെട്ടോ ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിന്റെ അണുക്കളെ നശിപ്പിക്കുക. ഈ വെള്ളത്തിന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുത്തുകയാണ് ചുടുവെള്ളം. അതുകൊണ്ടാണല്ലോ പച്ചവെള്ളത്തിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ടാൽ ഉണ്ടാകാത്ത മാറ്റം ചുടുവെള്ളത്തിലേക്ക് ഇട്ടാൽ ഉണ്ടാകുമല്ലോ. പച്ചവെള്ളം കുടിച്ചാൽ തൊണ്ടക്ക് തകരാറ് ചുടുവെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്നില്ലല്ലോ. അപ്പൊ ചുടുവെള്ളവും പച്ചവെള്ളവും രണ്ടും വെള്ളത്തിൽ വേവിക്കലായി. അപ്പൊ ആ ചുടുവെള്ളം ഹോട്ടലിലൊക്കെ മിക്കവാറുണ്ട്, നല്ല ചുടുവെള്ളം കൊണ്ടും എന്നിട്ട് അയക്ക് എന്ത് ചൂടാകുമ്പോൾ പച്ചവെള്ളം പാടും. അതിന് തൂഫാൻ എന്നാണ് പറയുന്നത്. തൂഫാൻ എന്ന് പറഞ്ഞാൽ അടിയിൽ നിറവും മുകളിൽ നിന്ന് വായിട്ടാണ് തൂഫാൻ എന്ന നാശം ഇതർത്ഥം. ഈ നാശം ചുടുവെള്ളം തിളപ്പിച്ചതിന് ശാരണം എന്നിട്ട് കുടിക്കുകയാണെങ്കിൽ ഓക്കെ എന്നതാണ്. ഇതൊക്കെ ശർത്തും പറഞ്ഞ് നമ്മൾ പാലിക്കണില്ല. അതിൻ്റെതായ രീതിയിലാണ് നമുക്കൊക്കെ കാര്യങ്ങളൊക്കെ തകരാറുകൾ വരുന്നത്. അപ്പൊ ചുടുവെള്ളവും പച്ചവെള്ളവും അത് വൈരുദ്ധ്യമാണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഴിമുട്ടയും അതേപോലെ തന്നെ പിന്നെ മീനും കോഴിമുട്ടയും മീനും ഇറച്ചി. നമ്മളൊക്കെ മിക്കവാറും കല്യാണത്തെ കുറിച്ച് തക്കാത്തിനെ ചെന്നുണ്ടെങ്കിൽ ആദ്യം ബിരിയാണി ഇടും ഒന്നായിട്ട് നല്ല ബീഫിൻ്റെ. അരിക്ക് പിന്നെ കോഴി പൊരിച്ചൊക്കെ ആട് വെച്ചൊക്കെ ഓക്കെ, അപ്പോഴേ നല്ല അരിക്കുറ പൊരിച്ചു ഒക്കെ രണ്ടുണ്ടാവും. ഇവിടെ മീൻ പൊരിച്ച് സത്യത്തിൽ ഇറച്ചി പറ്റത്തിലൊക്കെ ഉള്ളതാണ്. വെറുംചോറ് വിളക്കാണ് ശരിക്കും മീൻ പൊരിച്ച് സമസ്ത അംഗീകരിച്ചത് അങ്ങനെയാണ്. അതിനാണത്. അപ്പൊ അക്രമ സത്യത്തിൽ ഇത് കഴിയുമ്പോൾ വന്ന പിന്നെ അല്ലെങ്കിൽ അതിന്റെ പതിവ് മാറണം. ഫസ്റ്റ് എന്ത് ചെയ്യണം? വെറുംചോറ്റയ്ക്ക് ഇരിക്കണം. ആ ഇപ്പൊ സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. വെറുംചോറ് ഇവിടെ ഇരുന്നോളി വളവ് നടക്കൂല ഉള്ളതൊക്കെ. ഇത് വെറുംചോറ് ഒന്നും ചെയ്യുന്നിട്ട് അവസാനം ആക്കുമ്പോൾ തന്നാക്കാനാണ് ബിരിയാണി തന്നു. അപ്പൊ പിന്നെ ചില ആൾ അപ്പൊ അങ്ങനെ ചിലത് അതിന് മുമ്പ് ഞാൻ പറഞ്ഞ് തോറ്റതാണ്. നിങ്ങൾ കേട്ട് മടുത്തതാണ്. വെറുംചോറ് പറഞ്ഞാൽ ഇറച്ചി ഉണ്ടാവില്ല, മീനും ഉണ്ടാവില്ല. പണ്ടൊരു കോഴിമുട്ട പോയിക്കണ്ടത് ഇപ്പൊ അവൻ കൊടുക്കില്ല. എന്തെങ്കിലും ഒന്നൊരു ആംബ്ലേറ്റെങ്കിലും വെച്ചു കൊടുക്കും. അത് കല്യാണം ആരും സർക്കാർ ഒരു വിളിച്ചിട്ട് വന്നാലേ
ഓര് ക്ഷണിച്ചിട്ട് തന്നെയാണല്ലോ വന്നത്. അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ബിരിയാണിത്തെ മസാല ചിലപ്പോൾ ഇറച്ചി മറ്റായിട്ടോ വെറുംചോറ് ഇരിക്കണം. ഞാനൊക്കെ മിക്കവാറും വെറുംചോറ് കഴിച്ചാൽ ഇപ്പൊ പിന്നെ ഇത് ഷുഗറൊക്കെ ഇട്ടേ, മറ്റെന്താ വെറുംചോറ് മതിയാൽ ഈ ഇറച്ചി അട്ടതോ അർത്ഥതോ ആരാണ് ഒന്നും അറിയില്ല. മിക്കവാറും കാറ്ററിംഗ് ഏൽപ്പിച്ച പോലെ ഇല്ലെങ്കിൽ മീനും തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മീനും ഇറച്ചിയും അതിന് വൈരുദ്ധ്യമാണ്. ഇതുപോലെ തൈരും ഇറച്ചിയും, തൈരും മീനും, മോരും മീനും, നല്ല പാലാണ്, ചായയും കുടിക്കും, എന്നിട്ട് അയക്കുന്നതും നല്ല അയക്കുറ മീനും പൊറാട്ടി ഒന്നും ചെയ്യും. ഇവിടെ കട്ടൻ ചായ കഴിക്കാൻ മതി. പിന്നെ എപ്പോൾ ഒരു സമാധാനമുണ്ട്. പാല് എന്തുള്ളൂ, പ്രസവിച്ച് കുട്ടിക്ക് കൊടുക്കൽ നിർബന്ധമുള്ളൂ. അതേതാണ്, ആ പ്രസവിച്ച ഉടനുള്ള പാൽ. പ്രസവിച്ച ഉടനെ രക്തവും ഉപ്പും എല്ലാം കൂടെ മിക്സ് ആക്കിയതായിരിക്കും പെണ്ണുങ്ങളുടെ പാല്. നല്ല കൊഴുപ്പുണ്ടാവും, അത് നല്ല പ്രോട്ടീൻ ഉണ്ടാവും. ആ പാല് ആദ്യമായിട്ട് കുട്ടിയുടെ വയറ്റിലേക്ക് ചെല്ലണം. അപ്പോഴേ കുട്ടിക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഓർക്കുള്ളൂ. ആ പാല് കഴിച്ചാൽ പിന്നെ പാൽ കൊടുക്കണമെങ്കിൽ തെറ്റുള്ള പുതിയനാണെങ്കിൽ പുതിയാപ്പിളിയോട് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാം. ഇനി കൊടുത്തോ, ഞാൻ കൊടുത്തു, ഇനി നാളെ മുതൽ പാൽ കൊടുക്കണമെങ്കിൽ 3000 ഉറുപ്പ്യ എനിക്ക് മാസത്തിൽ തന്നെങ്കിൽ ഞാൻ കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ പൈപ്പാലുമായി കൊടുത്തോളേ, എന്റെ പാല് കറന്നട യോജിക്കണം. അങ്ങനെ ചിത്താന്നുള്ള പെണ്ണിന് പറയാം. ഷറകിന്റെ ദൃഷ്ടി അങ്ങനെയാണ്. ആ മസര പെണ്ണുകൾ പഠിച്ചിട്ടോളി, തെറ്റണ്ട. തെറ്റാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാ പറയാ. അല്ല ചിലത് വാശി മുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും എത്രയോ സംഗതിയിൽ. അപ്പൊ ചുരുക്കത്തിൽ ആ രീതിയിൽ ആണ് പാലിന്റെ കഥ ഉള്ളത്. അപ്പൊ ഇവിടെ ഇത് പാലാണെങ്കിൽ ആ പാല് പാർന്ന ചായയും അതുപോലത്തെ നല്ല അയില മുളിട്ടതും പാട്ടി തിന്നൽ വൈരുദ്ധ്യമാണ്. അത് ശാസ്ത്രീയമായിട്ട് അങ്ങനെ പറയാം. പിന്നെ മസാല പറയുമ്പോൾ നമ്മളെ വയറിന് തകരാറാകും, നമുക്കതുകൊണ്ട് കേടാകുന്ന ഉറപ്പുണ്ടെങ്കിൽ തിന്നൽ മസാല മാറും. മുട്ടയും പാലും കഴിക്കാം, അതിൻ്റെ കൂടെ മീന് പാടില്ല. ഇറച്ചി ഏതിറച്ചിയും ഒരുമിച്ച് കഴിക്കാം, അതിൻ്റെ കൂടെ മീന് പാടില്ല. മീനാണെങ്കിൽ മീൻ അങ്ങനെ, ഇറച്ചിയാണെങ്കിൽ ഇറച്ചി അങ്ങനെ, ഇനി മോരും പാലും അതങ്ങനെ. പക്ഷേ നമ്മൾ വാങ്ങുന്ന പാല് അത് ഒറിജിനൽ അല്ലുള്ള നോക്കിയിട്ട്, ഇപ്പം പുതിയ പഠനപ്രകാരം ഈ മാങ്ങ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സിൽ പാല് കൂട്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ പാടില്ല. കാരണം മാങ്ങ എന്നാൽ ദഹിപ്പിക്കണ സാധനം, ഫ്രൂട്ട്സ് ദഹിപ്പിക്കണതാണ്. അതേ സമയത്ത് പാല് കാരണം ദഹനക്കേടുണ്ടാക്കുന്നതാണ്, കട്ടിയുള്ള സാധനം. വ്യത്യാസമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് പിന്നെ ഏതോ ഒരു രാജ്യം ഇസ്ലാമിന്റെ കീഴിലായി. അങ്ങനെ കീഴിലായപ്പോൾ എന്ത് ചെയ്തു, ഒരു രാജാവ് കുറേ വസ്തുക്കൾ ഉള്ളതിനെ കൊടുത്തയച്ചു. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസാണ്, ഇപ്പം ഖുദ്സ് നിൽക്കുന്ന ഫലസ്തീൻ ഷാം അടക്കം. അത് വിജയിച്ചപ്പോൾ ഉമർ ഫാറൂഖ് ഭരണാധികാരിക്ക് ഗിഫ്റ്റ് കൊടുത്തയച്ചു കുറേ സാധനങ്ങൾ. അപ്പം അതിൽ രത്നങ്ങളുണ്ട്, സ്വർണ്ണമുണ്ട്, അടിമകളുണ്ട്, അങ്ങനെ മരുന്നുണ്ട്, ഡോക്ടർമാരുണ്ട്, കുറെ ഭക്ഷ്യവസ്തുക്കളുണ്ട്. എല്ലാം ഉള്ളിലാരും എടുത്തു. എന്നാൽ എന്ത് ചെയ്തു, ഡോക്ടർമാർ തിരിച്ചങ്ങോട്ട് പറഞ്ഞയച്ചു, വൈദ്യന്മാർ തിരിച്ചു പറഞ്ഞയച്ചു. എന്താ ഇവിടെ ആവശ്യമില്ല, എന്തേ ഞങ്ങൾക്ക് രോഗികളില്ല, എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് രോഗികളുള്ളൂ. അതിൻ്റെ കാരണം പറഞ്ഞത് ഒരു കാരണം പറഞ്ഞത് ഇതാണ്, വിശക്കാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല, വിശക്കാതെ ഭക്ഷണം കഴിക്കൂല. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ പറയുന്നത് അങ്ങനെയാണ്. ഹലാലായ ഭക്ഷണമാണ്, ഒന്നപ്പി കിട്ടിയ സാധനം പൊരുത്തപ്പെട്ട് കൊണ്ടുവന്നതാ. അല്ലാഹു തആല നിസാമിക്ക് വർക്കത്ത് കൊടുക്കട്ടെ. എന്നാലും അത് നമ്മളിപ്പോൾ എന്താ ഒരു സാധനം ഒന്ന് തിന്നു, അല്ലാഹു തആല നാളെ ഒരു പയമ്പര് തിന്നില്ലേ, എന്തിന് രണ്ടെണ്ണം തിന്ന, രണ്ടെണ്ണം കിടക്കാനാണ് കലക്ക് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് ആഫിയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പം എനിക്ക് വിഷയൊക്കെ വെച്ചെങ്കിൽ ഇത് തിന്നിട്ട് വേണം, അല്ലെങ്കിൽ വേറെ ഭക്ഷണം കഴിക്കാം, ഒക്കെ മതി. വിഷയൊക്കെ ചോദിക്കും. ഹറാമാണെങ്കിൽ ഇക്കാബ് ശിക്ഷയാണ്. അപ്പൊ എത്ര കുറച്ചാണോ എടുക്കണം, അപ്പൊ ഈ ഹിസാബ് കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരിലേക്കന്മാർ ഭക്ഷണം കൊടുക്കും. മറ്റൊന്ന് തോനെ തിന്നാൽ തോനെ കക്കൂസ്ക്കും ഉണ്ടാവും, അങ്ങനെ ഉണ്ട്. അപ്പൊ കക്കൂസ് പോണ സമയം കൂടെ എനിക്ക് ഈ ഭാഗത്ത് എടുക്കാനോ, മൂത്രവിക്കാൻ പോണ സമയം കൂടി ഈ ഭാഗത്ത് എടുക്കാനോ, അത് കുറഞ്ഞിട്ടാൻ വേണ്ടി ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഇതാണ് അമിതമായി തിന്നാൽ രോഗം നിന്നു, അതാണ് യോഗി. ഒരു നേരം കഴിച്ചാൽ യോഗി, രണ്ടു നേരം കഴിച്ചാൽ ഭോജി. ഭോജിയാണ് ഭക്ഷണം കഴിക്കുന്ന ആളാണ് നമ്മളൊക്കെ. അത് ഓക്കെ, അത് പറഞ്ഞാൽ 3 നേരം കഴിക്കുന്നവൻ രോഗി എന്നാണ് ആയുർവേദിക് തത്വം. അങ്ങനെ 3 നേരം കഴിച്ചാൽ അവർക്ക് രോഗത്തിന് രക്ഷപ്പെടാനുള്ള നേർഗുണ്ട്. അതെന്താ, വാഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപവസിക്കണം. ഇപ്പം നമ്മൾ ഹിന്ദു ആയുർവേദിക് ചികിത്സക്കും വീഴ്ചകളും ചെല്ലുമ്പോൾ അവരോട് ഉപദേശിക്കും, ഒരു പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ഉപവാസം വേണം സ്നേഹിതന്മാർ. പണ്ട് ഞാൻ പുറപ്പെടല്ല, ഉച്ചയുടെ തുടക്കത്തിൽ ഞാൻ
നമ്മളെ ഇക്കമീൻ്റെ അവിടെ ഒരു ലക്ഷദ്വീപുകാർ വന്നപ്പോൾ അവിടെ ഉച്ചക്കാലത്തിലപ്പോൾ പോയി ഒരു ദിവസം. അപ്പോൾ ഒരു സ്വാമിയാണ് അവിടുത്തെ ആൾ. അത് നമ്മൾ മുമ്പിൽക്കൊന്നൊക്കെ അറിയില്ല. അത് വന്നുകാടുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മുസ്ലിയാരെ നിങ്ങളൊക്കെ പ്രത്യേകിച്ചും കണ്ടമാനം മാംസാഹാരം കഴിക്കുന്ന ആളുകളല്ലേ, ഈ മുസ്ലിയാക്കന്മാർക്ക് ഇഷ്ടംപോലെ കിട്ടുമല്ലോ, അതുകൊണ്ട് എപ്പോഴും ആഴ്ചയിൽ ഒരു ഉപവാസം നല്ലതാ. ഞാൻ മൂടി കേട്ടു, അങ്ങനത്തെ ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവർ പറയും ഉപവാസം, അത് നമ്മൾ ഉപവാസത്തിൽ പെടുകയും ചിന്തിക്കുമ്പോൾ നമ്മൾ പെലച്ചക്ക് നല്ലോണം കതിയെ കുറ്റി നടക്കുമ്പോൾ നിറച്ചിട്ട് നോമ്പ് തുറക്കുമ്പോൾ ബാക്കി കൂടി കയറ്റില്ല, ആ ഉപവാസത്തിൽ പെടില്ല. അതായത് മൊത്തത്തിൽ ഒഴിവ് കൊടുക്കണമെന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ ആളുകളായാലും പെണ്ണുങ്ങളായാലും പ്രത്യേകിച്ച് അധ്വാനം കുറവുള്ള ആളുകൾ ഭക്ഷണം നല്ലോണം നീളം കുറക്കണം. ആ ഭക്ഷണത്തിൻ്റെ കൂടുതൽ കട്ടിയുള്ളത് കുറക്കണം. കട്ടിയുള്ളതാണ് മാംസം, മത്സ്യം, മുട്ട, പാല് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പച്ചക്കറികൾക്ക് ഉണ്ടാവില്ല, അത്ര ഇത് വരില്ല. അവ ചുരുക്കി പറഞ്ഞാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ വന്ന ടീമിനോട് പറയുന്നത് എന്താണ്, ബാക്കിയൊക്കെ ഓക്കെ, വൈദ്യന്മാർ നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങൾ വിശക്കാതെ എന്താക്കാറില്ല, ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ ഒന്ന് വിശന്നിട്ട് ഭക്ഷണം കഴിക്കുക, രണ്ട് വൈദ്യമാകുന്ന ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ആഫിയത്ത് നമുക്ക് നിന്ന്. എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ആ കഴിക്കുന്ന ഒരു ഉദ്ദേശം ആരോഗ്യം നിലനിൽക്കണം. ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണം ഇസ്ലാമിക അനുവാദം തന്നിട്ടുണ്ട്. പിന്നെ എന്താ, പിന്നുള്ളത് രുചിയാണ്. രുചിക്ക് കുഴപ്പമില്ല, രുചിയുള്ള നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷേ ആ ടേസ്റ്റിനെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കും എന്ന ആ ചിന്തയോടുകൂടെ കഴിക്കണം. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ കടന്നു നോക്കുമ്പം വർക്ക് ചെയ്തില്ല. എന്താ വർക്ക് വരാത്തത്? വിശന്നിട്ട്. അപ്പോൾ ഒന്ന് എഴുന്നേറ്റിരുന്ന് നോക്കി, സ്വസ്ഥതയല്ല. അവസാനം നിന്ന് നോക്കി, എന്നിട്ട് വയറുവേദന മാറില്ല. അപ്പം നടക്കാൻ തുടങ്ങി, പുറത്തേക്കിറങ്ങി. ഈ നിലാവിൽ ഇങ്ങനെ നടന്നാൽ പ്രകൃതിയൊക്കെ ഇങ്ങനെ കാണുമ്പം വരെ നമ്മളെ കാര്യം മറക്കുമല്ലോ. നമ്മൾ ഈ പണ്ട് കാലമൊന്ന് ഉള്ളെടുക്കുമ്പം പച്ചൽമക്ക് നോക്കിക്കോ എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ മാതിരി നോക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി വിശപ്പോട് എന്ത് ചെയ്തു, പുറത്തേക്ക് നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി കുറച്ചുകൾ ചെന്നപ്പോൾ ഒരു നയലിങ്ങനെ കണ്ടു. ആ നയൽ നോക്കുമ്പോൾ രണ്ടാൾ നടന്നു വേണം. അവൻ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒന്ന് സിദ്ദീഖുൽ അക്ബറും ഒന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, രണ്ടാൾ നടന്നു പോവാണ്. അതിൽ റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോൾ ഇവൻ ബേജാറായി, നട്ടപ്പാതിരാക്ക് ഇങ്ങനെ. അപ്പൊ ഉമറുൽ ഫാറൂഖ് സിദ്ദീഖോട് ചോദിച്ചു, അല്ല നബിയെ, ഈ നട്ടപ്പാതിരാക്ക് എല്ലാവരും ഉറങ്ങുമ്പം നിങ്ങളിപ്പോൾ എന്തേ പുറത്തിറങ്ങിയെന്ന് വെച്ചു. എല്ലാവരും ഉറങ്ങുകയാണ്, നിങ്ങളെന്തേ പുറത്തിറങ്ങിയത്? അപ്പൊ റസൂലുള്ളാഹിയുടെ മറുപടി എന്താ, നിങ്ങളെ രണ്ടുപേരെയും എന്താണോ പുറത്തിറക്കിയത് അതാകുന്നു എന്നെയും പുറത്തിറക്കിയത്. അപ്പൊ ഈ രണ്ടാൾക്കാരും വിശന്നിട്ട് കടന്നിട്ട് ഉറക്കി വരാനായിട്ട് പുറത്തിറങ്ങിയതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞു എന്നുള്ളത്. രണ്ട് ലോകത്ത് നേതാക്കന്മാരായ മൂന്നാളുകൾ, ഇതൊക്കെ നമുക്കൊരു മാതൃക കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ റസൂൽ അങ്ങോട്ട് വന്നിക്കാണ്ട് കറാമത്ത് കാണിച്ച സ്വർണം, സ്വർണ്ണാവൂലേ? നമ്മൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഔലിയാക്കന്മാർക്ക് കഴിവുണ്ടെങ്കിൽ ഒരു ഇത് ചെയ്യൂലേ ഇല്ല. എല്ലാ കഴിവും നല്ല എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അതൊക്കെ ആഹൃത്തിക്ക് വേണ്ടി വറ്റിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വേണമെങ്കിൽ ദ്വാരുടെ ഇഷ്ടമാണ്, സ്വർഗത്തിന് ഫുഡ് കിട്ടൂലേ? പക്ഷെ ഉണ്ടായില്ല. ലോകത്ത് ഇതിനേക്കാൾ വലിയ നല്ല ആൾക്കാർ ഞാനുള്ളത്. നമുക്കൊക്കെ ചെറിയ പട്ടിണിയും ഒരു ചെറിയ വിഷമം വരുമ്പോഴത്തേന് അല്ലോ പഠിച്ചോ എന്താണോ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എൻ്റെ കുട്ടികൾക്ക് രോഗം, അല്ലെങ്കിൽ എനിക്ക് പട്ടിണി, അതിൻ്റെ പെണ്ണുങ്ങൾക്ക് പട്ടിണി, ഒന്നും പറയാനില്ല. ദുനിയാവാണ്. അല്ലാഹു തആല പടച്ചതിനെ പരീക്ഷിക്കാനാണ്, അല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. നിങ്ങൾക്ക് അല്ലാഹു ജീവിതം മരണമൊക്കെ തന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷത്തിൽ വിജയിക്കാൻ നോക്കുക. അതാ മുമ്പില് അത് ഊതിക്കാച്ചിയ പൊന്ന എത്രത്തോളം ഇങ്ങനെ കാച്ചെടുക്കുന്നോ തങ്കത്തിന് ഇങ്ങനെ തിളക്കം കൂടി വരും. അപ്പൊ എത്രത്തോളം നമ്മൾ വിഷമിക്കുന്നോ, എത്രത്തോളം സഹിക്കുന്നോ, ഈമാന്റെ ഖുവ്വത്ത് കൂടി വരും. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാളോടും പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും എന്താണോ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് അതാണ് എന്നെ പുറത്തിറക്കിയത് എന്ന് പറഞ്ഞാല് വിശന്നിട്ടിറങ്ങിയതാ. ഇത് കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബറിന് സങ്കടായി. നമ്മളെ വിശപ്പ് പ്രശ്നമല്ല, അല്ലാഹുവിന്റെ റസൂലിന് വിശക്കേ ഇനി പരിഹാരം കാണാൻ പറ്റൂല. നോക്കിങ്ങള് എന്ന് പറഞ്ഞാൽ അവിടെയാണ്. നമ്മളെ സ്വന്തം തടിയേക്കാൾ സ്ഥാനം ആർക്കും എടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന് എടുക്കുകയാണ്. നമ്മളെ എന്തായാലും പട്ടിണി പറ്റില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബാകുന്ന റസൂലുള്ളാഹിയെ പട്ടിണി വെക്കാൻ പാടില്ല, റസൂലിനെ പട്ടിണി വെക്കാൻ പാടില്ല. എന്താ ചെയ്യാന്ന് വെച്ചു.
രണ്ടാളുകൾ വിളിച്ചിട്ട് നമ്മൾ കാര്യം ചെയ്യാം, അബ്ദുറഹ്മാൻ പോയി നോക്കുക. അതായത് അബ്ദുറഹ്മാൻ ഗഫൂറുള്ളവൻ ആദ്യമാരെ കൂട്ടത്തിൽ അത്യാവശ്യം പൈസ ഉള്ള ബിസിനസ്സുകാരനാണ് ഉപ്പര്. റസൂലുള്ള സ്വർഗത്തിന് ഇത് 10 ആളെ കൊടുത്ത ഒരാളാണ്. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ പോയി എന്തെങ്കിലും ഉണ്ടാവുന്നതായി. നമ്മളുടെ ഇപ്പോൾ രാത്രി ഏതെങ്കിലും ഗസ്റ്റൊക്കെ അവിടെ വന്ന് കുടുങ്ങിയാൽ എല്ലാ പെരീക്കൊന്നും അട്ടമാരൊക്കെ വേണ്ടി ചെല്ലാൻ പറ്റില്ല. അത് ചില അവിടെ പോയൊക്കെ വിളിച്ചു നോക്കുക. ഒരു ഉറങ്ങിയാലും കുഴപ്പമില്ല, അത് നമ്മളെ വേദനയാണ്. ഒരു എന്തെങ്കിലും ഉസ്താദന്മാർക്ക് ഉണ്ടാക്കി തരാൻ നിൽക്കൂല. എന്നാൽ നെട്ടന്മാരൊക്കെ വന്ന് വിളിക്കും, ധൈര്യത്തിൽ വിളിക്കാൻ നമുക്ക്. ഇപ്പോൾ വണ്ടി തന്നെ വാടകോട് ആളുകൾ വിചാരിച്ചു കണ്ട് നെട്ടന്മാരൊക്കെ വിളിച്ചാൽ പറ്റിയ വണ്ടി വിളിച്ചാത്തതുകൊണ്ട് ഇപ്പോൾ അത് വണ്ടി വിളിച്ചാൽ കണ്ട് അത് പൊല്ലുവേദനപ്പോണ്ടാന്ന് പറയാൻ പറ്റുമല്ലോ. ചില ദൈവമാരങ്ങളുണ്ടോ എനി ടൈം വിളിച്ചോ ഒരു കൂടെ പോകുന്നത്. അത് നമ്മക്കറിയണോണ്ട് നമ്മൾ അങ്ങനത്തെ വേണ്ടി ടിപ്പ് വിളിച്ച എന്റെ പുരകമാരി നന്നാക്കട്ടെ. അപ്പൊ അങ്ങനെ എന്തെയും സ്വഭാവത്തിനനുസരിച്ച് ഇതേപോലെ ബഹുമാനപ്പെടും ഫാറൂഖ് തങ്ങളും സുദീഖുകളും അവിടെ പോയി നോക്കുക. ചെന്നു, അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ പറയും, ഈ പാതിരാക്ക് എന്തെങ്കിലും ഒന്നുമില്ല, ഒത്തിരി പട്ടിണിയിലാണ്, ഇവിടെ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. അതിന് മുപ്പിന് വെച്ചായി കുടിക്കാത്ത വിളിച്ചോർത്തി നേരെ പോയി ആദ്യം കുറച്ച് പച്ചവെള്ളം കൊണ്ടുവന്ന് എടുത്തു. പിന്നെ ഉടങ്ങി കാരിക്കുണ്ടായിരുന്നു അവിടെ, അതും വെച്ചു കൊടുത്തു മുമ്പ്. ഇപ്പൊ വരട്ടോ. പിന്നെ നേരെ ആലി പോയിട്ട് എന്ത് ചെയ്യാണ്, ആടിനറുത്തു, റൊട്ടി ഉണ്ടാക്കി. വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടേക്ക് പെണ്ണുകളെ ഇങ്ങനെ സമയത്ത് അന്ന് ഫാസ്റ്റ് ഫുഡൊന്നുമില്ല, അങ്ങനെ കൊണ്ടുപോകണം ദിവസമൊന്നുമില്ല. ഒരൊറ്റ വളരെ പെട്ടെന്ന് അത് ചെയ്യണം. ഇവർക്കങ്ങനെ എന്തോ ഒരു വിഷയം പറഞ്ഞപ്പം ഉസ്താദ് അല്ലാഹു തആല ആടിന് ആ റൊട്ടി ഇങ്ങനെ കണ്ടപ്പോൾ ആട് കരഞ്ഞു. അള്ളാന്റെ റസൂലാണ് കരഞ്ഞു. ആ കരളെ കണ്ടപ്പോൾ മുൽഫാറൂഖ് കടുത്ത ഹൃദയത്തിന്റെ ആളാണ്. വെറുതെ പക്ഷേ ഇസ്ലാമക്കൾ വന്നപ്പോണ്ടായ മാറ്റാണ്. അതായത് ചില ചരിത്രം കേട്ടാൽ, ചില ഉപദേശം കേട്ടാൽ, ചില വാളുകൾ കേട്ടാൽ കണ്ണെന്ന് വെള്ളം ചാടണം, ചില ദുആകൾ കേട്ടാൽ ചാടണം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം കുറച്ചൊക്കെ തക്കുവ വരുന്നുണ്ട്. എന്ത് വെള്ളം കേട്ടാലും എന്ത് കേട്ടാലും നമുക്ക് യോതൊരു മാറ്റില്ല. അതിന്റെ അർത്ഥം കൽബിൽ എന്തോ തകരാറ് കൊടുക്കിയിരുന്ന ബഹുമാനപ്പെട്ട ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആണ് കരഞ്ഞു. എന്നിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, നബി എന്തിനാ നിങ്ങൾ കരഞ്ഞെന്ന് ചോദിച്ചു. നിങ്ങൾ കരഞ്ഞ കണ്ടപ്പോ ഞങ്ങൾ കരഞ്ഞതാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞ വാക്കാണ്, ഉമറേ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമ്മള് ഈ നല്ല ഫുഡ്, നല്ല ചുട്ട ഇളമ ആടുംകുട്ടിന്റെ ഇറച്ചി തിന്നാണല്ലോ, ഇതിനെക്കുറിച്ച് നാളെ അല്ലാഹു ചോദിക്കുമല്ലോ മറേ. അതാലോചിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. നമ്മളൊക്കെ എത്ര കരണ്ടി വരച്ചുവാണികൾ, നമുക്കൊക്കെ എന്തും ഇങ്ങനെ തന്നെയല്ലേ അല്ലേ? ചുട്ട പോയി ഷവായ, പിന്നെന്താ ഉള്ളത് ഷവർമ, പിന്നെന്താ ഉള്ളത് ബ്രോസ്റ്റ്, പിന്നെന്താ ഉള്ളത് കബാബ്, പിന്നെന്താ ഉള്ളത് അങ്ങനെ തണ്ടൂരി ചിക്കൻ, പിന്നെ ബക്കറ്റ് ചിക്കൻ, പിന്നെന്താ ഇപ്പം വേറെ സാധനം ഇറങ്ങി ബോളോ എന്തോ സാധനം ഇറങ്ങി. അനുചുക്കൾ കുഴപ്പമില്ല, തിന്നാം. ഇതൊന്നും പറയുമ്പോ തിന്നണ്ടെന്നല്ല, പക്ഷെ ഹലാലുഹ ഹിസാബ്. അള്ളാഹ് കണക്ക് ചോദിക്കുക, എന്തിനൊക്കെ ചെയ്ത് തിന്ന്. അങ്ങനെ പുതിയതൊരു മോഡൽ ഇറങ്ങിയപ്പോൾ ഒരു പൂതി അടച്ചു, ആയിക്കോട്ടെ കുഴപ്പമില്ല, തിന്നോളി. ഹലാലാണെങ്കിൽ തിന്നോളി. ഹലാൽ പറയാൻ ഉറപ്പില്ലാഴ്ച തിന്നതോ അവിടെ കൊടുക്കുക, അവിടെ ഇപ്പൊ കൊടുക്കാം. അത് ഉറപ്പുണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം അത് ആവശ്യത്തിന് കഴിക്കാം, അതിൻ്റെ ഓവറാകരുത്, ഇടയിൽ വെള്ളം കുടിക്കരുത്, അതേപോലെ തന്നെ ഓവറായിട്ട് പിന്നെയും കഴിക്കരുത്. ഇതൊക്കെ കഴിപ്പിക്കുമ്പോൾ ബാധക. നമ്മളെ പെരീക്ക് വിളിച്ചതിനൊക്കെ സ്നേഹിച്ചിട്ട് ഇങ്ങോട്ട് ആദ്യം ഇറച്ചി ബിരിയാണി ഇട്ടു, പിന്നെ തന്നെ റൗണ്ട് കറിക്കാട് മീനിട്ട് അതന്നെ തൈരും പറഞ്ഞത്. ഇതിപ്പോ ഇവരെ കൊല്ലുകയാണ്. ഇതെനിക്ക് ശറയ്യായിട്ടും കൂലില്ല, ശാസ്ത്രീയായിട്ടും കൂലില്ല എന്ന് മാത്രമല്ല കുറ്റം കിട്ടും. ഈ എൻ്റെ പേര് തക്കരിച്ചിന് ആരാനോട് അത് വേറെ വിഷയം. അന്നോടൊത്ത് ഇഖ്ലാസ് തക്കരിച്ചില്ല, ആരാനോട് വളർന്നാൽ അങ്ങ് ഏൽപ്പിച്ചു നോക്കണം ഇഖ്ലാസ് കാണിക്കും. അങ്ങോട്ട് അല്ല മസാല കുറച്ചുകൂടിയല്ലേ നോക്കിയാ, മറ്റൊന്ന് നിർത്തിയിട്ടില്ലേ ഒരു തോന്നണം കുറച്ച് വിട്ടോ. ആര് ഇപ്പൊ ഉസ്മാനോട് പോയിക്കാണ്ടാണ് നാല് കളിപ്പി കൊടുക്കുക, നാലിൻ്റെ ഞാൻ തക്കില്ല. അതുകൊണ്ട് ആരാനോട് വളർന്നാൽ നമ്മൾ ഉഷാറാണ്. അങ്ങനെയല്ല, അതേ സമയത്ത് കൊണ്ടേക്കാം. കുറ്റമ്പാറസ്ഥാനും പിന്നെ പേരുസ്ഥാനൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ കിട്ടും. ഉച്ചന്റെ ശേഷം കഴിക്കരുത്, വിളമ്പരുത്. അൽഫലൊക്കെ ഞാൻ വാപ്പട്ടിയെ ചീത്ത നിർദ്ദേശിക്കാം. അൽഫലക്ക് ഇപ്പം എടുക്കും നോക്കുമ്പോൾ നിങ്ങൾ എടുക്കാൻ വേണ്ട ചോറ കൊണ്ടുവരച്ചെങ്കിൽ തൈരുണ്ടാവില്ല, അത് തരുന്നായി വേണ്ട. ചമ്മന്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അച്ചാറായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുർക്കട്ടിട്ടായിക്കോട്ടെ, ഇതുണ്ടാകരുത്. പിന്നെ പറ്റുമെങ്കിൽ ശാസ്ത്രീയത എനിക്കറിയില്ല, വേവിക്കാത്ത ഉള്ളി മുത്തറസുള്ളക്ക് ഇഷ്ടമല്ല. വേവിക്കാത്ത ഉള്ളി, പച്ച ഉള്ളി നമ്മൾ തരിക്ക് വെട്ടിയിട്ടില്ല, അങ്ങനെയാണല്ലോ.
അപ്പൊ പകരം കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഉള്ളി ഇല്ലാതെ കൊടുത്താൽ നല്ലത്. റസൂലുള്ളാഹിന്റെ താല്പര്യം എങ്ങനെയാണ്? ശാസ്ത്രീയത എനിക്ക് അതിലൂടെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലെന്നാണ്. ആ നിൽക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ചൊരങ്ങ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടത് ആ നിൽക്ക് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, കൂട്ടാം. എന്തിനൊക്കെ അതിൻ്റെ ഇരിക്കുമ്പോഴത്തുള്ളത് വെച്ചോളിങ്ങൾ. അത് ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അമിതമായ മസാല മുളക് അത് ഉണ്ടാകരുത്. അത് ആമാശയത്തെ അതിനോളം ബാധിക്കുക. ഉപ്പ് പ്രഷറാകുമ്പോൾ ശ്രദ്ധിക്കുകയും അമിതാകുന്ന ബുദ്ധി അത് ബാധിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ ഒന്ന് ആരോഗ്യത്തെ പരീക്ഷിക്കാൻ കഴിയും. ഇനിയോ പതിവായി ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ബീഡിവലിന്റെ ഫത്വ പോലെയാണ്. ബീഡിവലിനെ പറ്റി ഗൾഫിലെ ചില വണ്ടിമാർ ഹറാമെന്ന് പറയും. കോട്ടിൽ വിഷമായതുകൊണ്ട് അത് കാരണം ഇവൻ രോഗിയായിട്ട് മാറുമെങ്കിൽ ഹറാമായിട്ട് വരുന്നു. ഇതുപോലെ നമ്മുടെ ഈ അമിതമായ ഭക്ഷണവും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉപയോഗവും കൊണ്ട് തകരാറ് വരുമെങ്കിൽ പ്രയാസം ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ വിളമ്പി കൊടുക്കുന്ന സമയത്ത് അമിതമായിട്ട് ഇട്ട് കൊടുക്കരുത്. വേണമെങ്കിൽ നമുക്ക് പരിഗണിച്ചു വരുത്താൻ വേണ്ടി ആദ്യത്തെ പ്രാവശ്യം ഇട്ട് കൊടുക്കാം. ഇനി സ്ഥലം നിർബന്ധിക്കില്ല കേട്ടോ, നിർബന്ധിക്കണ്ട. പിന്നെ മൂല്യന്മാരും തങ്ങന്മാരൊക്കെ ആണെങ്കിൽ നിർബന്ധിച്ച പണി ചെയ്യാം. ഞങ്ങൾക്ക് പറഞ്ഞത് ഞങ്ങൾക്ക് ശിയാപങ്ങൾ കണ്ടേ, നമ്മുടെ ശിയാപങ്ങൾ എത്തുന്ന കണ്ട് പിന്നെ ഞാൻ പാറ്റുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ കൊടുത്തിട്ട് നട്ടുകൂടി കഴിഞ്ഞാൽ എന്തെയും ഒക്കെ പാടെ കൂട്ടി കുഴച്ചിട്ട് ഇനി അടുക്കളയിൽ കൊടുത്തറിയാൻ കുട്ടികൾ വർക്കത്ത് തൊട്ടാൽ അപ്പോഴൊന്നും മേത്തേക്ക് നോക്കാം. എന്ത് നമുക്ക് മതി പിന്നെ കൊടുത്തിട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്ത് ഭക്ഷണം ഇട്ടുകൊടുത്ത് നിർബന്ധിക്കരുത്. തിന്നവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും ഇവിടെ വിളമ്പാൻ പ്രോത്സാഹിപ്പിക്കരുത്. തൈര് പോലെ തുടങ്ങിയ വൈരുദ്ധ്യ ആഹാരങ്ങൾ വിളമ്പരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്തേക്കും ഫലപ്രദമാകും. ഇവിടെയും ഫലപ്രദമാകുന്നത് മാത്രമല്ല, കുറേ പൈസ ലാഭിക്കാൻ പറ്റും. പിന്നെ ഓവർ ഭക്ഷണം ഇത് പറയേണ്ടത് നോക്കട്ടെ. ഉണ്ടാവും ഹലാൽ. രണ്ടും ചാർട്ടുകൾ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഒന്ന് ഹലാല്, മറ്റൊന്ന് ഹറാമ്. ബുദ്ധിയും ആരോഗ്യവും തകരാറിലാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. ബുദ്ധിയും ആരോഗ്യം തകരാറിലാക്കണം, അതേതാ നമ്മളെ തീരുമാനിച്ചു നിഷിദ്ധമാണ്. അപ്പൊ ഷുഗർ ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല പഞ്ചായത്ത ജ്യൂസ് അതിപ്പോ പെരിന്ന് കിട്ടൂലേ, കിട്ടുമ്പോൾ കുടിച്ചാൽ അത് വേണ്ട. പിന്നെ വേറെ മതിയുണ്ട്. ഏതേലും പൊന്നാര മൂല്യാരെ 2000 രൂപ മരുന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട്. നീ കേട്ടോളി, വീട് ചത്തത്, തല്ലി കൊന്നത്, ശരിയായ രീതിയിൽ അറുക്കപ്പെടാത്തത്, രക്തം, നായ, പന്നി തുടങ്ങിയവയെല്ലാം നിഷിദ്ധമാണ്. ഉറപ്പുള്ള നിഷിദ്ധ കേട്ടോ. അപ്പൊ നമ്മൾ വാങ്ങുന്ന കോഴി, നമ്മൾ ചിക്കൻ, അതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കാറ്ററിങ് ഏൽപ്പിക്കുക. ഇപ്പം ഫലാഹിന്റെ സമയത്തോടനുബന്ധിച്ച് അങ്ങനെ പദ്ധതി ആരംഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പരിസരത്തുള്ള അറിവുകാരെ മുഴുവനും വിളിച്ചിട്ട് ക്ലാസ് വരുന്നതിനൊക്കെ കോഴിയറും പൂത്തും എല്ലാം ഓൽക്കൊരു മസലെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ കത്തിയൊക്കെ കൊടുത്ത് മസലിച്ചു. കച്ചവടം കത്തിയൊക്കില്ല, കത്തി കേൾക്കുന്ന നിർബന്ധമൊന്നുമില്ല. അത് സുന്നത്തന്നെയുള്ളൂ. വേറെന്നോട് പറഞ്ഞു ഓർപ്പന് ബിസ്മിയൊക്കെ വട്ടംപോലെ ചെല്ലുണ്ട്, കുറച്ചൊരു കുറച്ച് മോശം, ബിസ്മിച്ച് ചെല്ലാമെന്നില്ല. അത് നമ്മൾ കണ്ടുകൊണ്ട് ചെല്ലാം സുന്നത്തുള്ളൂ. നേരെ മറിച്ചിട്ട് അല്ലാത്ത അറിവിൻ്റെ വസനെ വന്നുകൂടെ കിട്ടും. മറ്റൊന്ന് കല്യാണ സർക്കാർ ഓവർ ഭക്ഷണം. എത്ര സൈസ് ചോറാണ് ഉണ്ടാക്കേണ്ടത് പെരക്കാരെന്ന് അറിയും. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് തട്ടുക പേരെടുക്കാനേ. കാരണം ഇവിടെ കല്യാണത്തിന് പൂജാപ്പള്ളിയോടെ 3 സൈസ് ചോറ, അവന് പുതിയണ്ണിനോട് 4 ആക്കാൻ ഞാൻ പറ്റൂല. എന്നിട്ട് ആലോചിച്ച് ഏത് ചോറ ആക്കേണ്ടത്. ചില മുരുമാർ വേർക്കണമായി തന്നെ ഒരു കുറേ അവരേക്കന്മാരെ പറഞ്ഞാണ്. എന്നിട്ട് പിന്നെ ചുമ്മാ ഇനി ഏത് അവനെ പറയേണ്ടത് ആലോചിച്ചു. നമുക്ക് പറയണ്ട, അങ്ങനെ ആലോചിച്ച് പറയണ്ട. ബന്ധമുള്ള അവരേക്കന്മാരെ പറയാം, അവരേക്കന്മാരെ പറഞ്ഞോട്ടെ. ഓരോ അവരേക്കന്മാരെ പറഞ്ഞാൽ അത്രയും നല്ലതാണ്. പക്ഷെ അത് തന്നെ നമുക്ക് നോക്കുമ്പേ ചുമ്മാ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ട് അവരെ ഉണ്ടാക്കണ്ട. എന്താ മതി ഇവിടെ ഇനി ഏത് ചോറ വെക്കേണ്ടത് അത് വേണ്ട. അതിൽ പെണ്ണുങ്ങളാണ് ഏറ്റവും മുമ്പിൽ. അതില്ല ഞാൻ പറ്റത്തില്ല, ഞാൻ പറ്റൂല എന്നൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഒരു എന്താ ചെയ്യുക, ഒരു 3 ഐറ്റംസ് ചോറ് വെച്ചാൽ അത് തീരും. മന്തി പറ്റാത്തത് ബിരിയാണി, അല്ലാത്തൊരു പൊരിച്ചു ആട്ടെ. അങ്ങനെ ഒരു ബീഫും ഒരു കാടിയും ഒരു കോഴി, ഓക്കെ. ഇങ്ങനെയൊക്കെ ഒരു മേഡ് ചീസ്. അതിൻ്റെ അപ്പുറത്തേക്ക് 5ഉം 6ഉം 7ഉം ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നേരെ കൊണ്ടുപോയിട്ട് തട്ടും. പണ്ടൊക്കെ ആണെങ്കിൽ അത് പൂച്ചക്കും കോഴിക്കൊക്കെ തിന്നാൻ കിട്ടിയത് കോഴിക്കത്. ഇപ്പൊ അത് ദഹിപ്പിച്ച് കളിയാണ്. ഇതൊക്കെ പാടെ കൊടുത്തവര് കാട്ട ഏത് പൂച്ച തിന്നാൻ തീരാം. അപ്പൊ കത്തിച്ച് കളിയാണ്, അരിച്ചു കളികൾ. അപ്പൊ ഈ രീതിയിൽ ഓവറാകാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഒരു സാധനത്തിൽ ഒരു വേസ്റ്റ് ഉണ്ടാകുന്നതാണ്. അതായത് തുമ്മടുത്ത ഉസ്മല്ല അല്ല ചോദിക്കും, ഇതിന്റെ എല്ലെന്ത് ചെയ്തു, ഇതിന്റെ മുള്ളെന്ത് ചെയ്തു. അത് ബയോഗ്യാസ് ഉപയോഗപ്പെടുത്തി, ഓക്കെ, അല്ല ഉപയോഗിക്കുവാനും. മറ്റാരും കഴിഞ്ഞാൽ കത്തിച്ച് കളഞ്ഞു. കത്തിച്ച് കളഞ്ഞിട്ട് എന്തേ
അതിന്റെ അന്തരീക്ഷം അടക്കം മലീമസായി. അതെന്തായാലും പൂച്ചക്കും നായ്ക്കും കൊടുത്തുടേനെയോ? അങ്ങനെ ജീവികളില്ലേ? ആ ജീവികൾക്ക് കാലവർഷം കൊടുക്കുക. അല്ല എമ്പളത്തെ ഏൽപ്പിച്ച റിസ്ക് ഔലിയാക്കന്മാര് എന്നിട്ട് അവരെ മുറിമ ഈച്ച വന്നാൽ തട്ടൂലേന്നാണ്. അല്ലെങ്കിൽ പുഴു ഇങ്ങനെ ഈ മുറിമല് പുഴു തിന്നിട്ട് ആ പുഴു കൊഴിഞ്ഞടിയപ്പോൾ ആ പുഴുവിനെടുത്തിട്ട് മുറിമക്കനെ വെച്ച ഔലിയാക്കന്മാര് എന്ത് ആ പുഴുവിനല്ല കണക്കാക്കിയ റിസ്ക് എന്റെ ഇവിടെയാണ്. പിന്നെ ഞാനിങ്ങനെ ഒഴിവാക്കുക? അതൊക്കെ ലോകം വേറെയാണ്. അങ്ങനത്തെ ലോകത്തൊക്കെ നമുക്ക് ആ ഒരു ഹിസാബ് കഴിഞ്ഞ ആ മലായിക്കത്തിനടുത്തൊക്കെ നമുക്ക് ചെല്ലാനുള്ളതേ. നമ്മൾ ലോഡ് കണക്കിന് ചോറ് ഒരു പ്രശ്നമില്ലാതെ ഒഴിവാക്കിക്കുക. കോഴിയില്ല, ആടുമില്ല, പൂച്ചയില്ല, പട്ടിയില്ല, നായയില്ല, പാവങ്ങളുമില്ല. അവിടെ ഇവിടെ കൊടുക്കുക, അവിടെ കൊടുക്കുക. അവിടെയൊക്കെ കഴിവിന്റെ പരമാവധി സൂക്ഷ്മത. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നിടത്ത് രണ്ട് മര്യാദ. അതിൽ ഒന്നെന്താണ്? ഒന്ന് നിരത്തിരിക്കണം, രണ്ടെന്താ വൃത്തിയുള്ളെടുത്തിരിക്കണം. വൃത്തിയുള്ളിരിക്കണം എന്ന് പറയാൻ എന്താ? ഈ തൊഴിഞ്ഞു വീഴുന്ന വറ്റും റൊട്ടിയും ഒക്കെ അതുപോലെ തട്ടിയിട്ട് കഴിക്കണം, അല്ലെങ്കിൽ കഴുകിയിട്ട് കഴിക്കണം. വേസ്റ്റാക്കി കളയരുത്. കാരണം അള്ളാഹുത്താ നമുക്ക് കണക്കാക്കിയ ഒരു വറ്റ്, ആ വറ്റ് നഷ്ടപ്പെട്ടു പോയാൽ പടച്ചോ നാളെ ചോദിക്കും. ആലോചിക്കുക നിങ്ങൾ, ഇത്രയും അതൊക്കെ ചെറുതൊന്നല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ലോണം ദൃഷ്ടാന്തങ്ങൾ നമുക്കുണ്ട്. പടച്ചോ നമുക്ക് സലാമത്ത് തെറ്റാൻ ദ്വാരക്കുക. അതിനാണ് നമ്മൾ ഈ സൂഫി കഥകളൊക്കെ വായിക്കണം. കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഈ സൂഫി കഥകൾ വായിക്കാൻ കൊടുക്കണം. ചെറിയ കുട്ടികൾക്ക് അവരുടെ ബാല്യകാലം അതൊക്കെ വായിക്കാൻ കൊടുക്കണം. എന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ, സുൽത്താൻ കുട്ടിക്കാലം എങ്ങനെയാണില്ലേ, ജുലുൽ ബഗ്ദാദിൻ്റെ എങ്ങനെയാണില്ലേ, അങ്ങനെ കുഞ്ഞാമില്ലാതെ ഇങ്ങനെയാണില്ലേ, അതങ്ങനെ വായിക്കുമ്പോൾ എന്താക്കുക? നമ്മുടെ കുട്ടികൾ റൂമുകളായിട്ട് സ്വീകരിക്കാം. നീ ഇരിക്കട്ടെ, സമയം വൈകുന്നുണ്ട്, വായിക്കാം. ആമാശയം അനുവദിക്കത്തന്നെ അമിതമായി വെട്ടി വിഴുങ്ങുന്നത് ദഹനക്കേടിന് കാരണമാകും. അതോടൊപ്പം ആമാശയം, കിഡ്നി, മൂത്രാശയം തുടങ്ങിയ അവയവങ്ങളെ ക്ഷീണിപ്പിക്കും. ഇത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, മനുഷ്യൻ നിറക്കുന്ന സഞ്ചികളിൽ ഏറ്റവും നാശമായത് അവന്റെ വയറാകുന്ന സഞ്ചിയാണ്. നമ്മൾ പല സഞ്ചിയിൽ സാറിന് ഇറക്കുമല്ലോ, തീർച്ചപടി ചാക്കിൽ ഇറക്കും, പരന്നിറക്കും. നമ്മൾ നിറക്കുന്ന സഞ്ചിയിൽ വെച്ചിട്ട് ഏറ്റവും മോശമായ സഞ്ചി നമ്മളെ പള്ളയാണ്. അങ്ങോട്ട് തന്നെ ഇറച്ചി, മീനും, പച്ചവെള്ളം, ചുടുവെള്ളം, ഫ്രൂട്ട്സും മറ്റും ഇവിടെയുണ്ട്. ഇപ്പം ഫ്രൂട്ട്സൊക്കെ തന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് വായക്കൽ വെട്ടി തൂക്കൽ. എല്ലാം കഴിഞ്ഞിട്ടാണ് അവരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് എന്താക്കുക? നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കുക. സത്യത്തിൽ ഏറ്റവും ആദ്യം ദഹിക്കണത് ഏതാ? ഫ്രൂട്ട്സാണ്. അപ്പൊ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ഏറ്റവും മേലെയാണ് ഫ്രൂട്ട്സ് എത്തുന്നത്. ആ ഫ്രൂട്ട്സ് ദഹിച്ചിട്ട് കൂടെ ഈ മറ്റ ഭക്ഷണം നഷ്ടക്കുക. ആദ്യം ഫ്രൂട്ട്സ് എത്തണം. ആ ഫ്രൂട്ട്സ് ദഹിക്കുമ്പം ആ ദഹിക്കുന്നതിലേക്ക് നമ്മളിങ്ങനെ അറിയിച്ചത് കത്തിയതിലേക്ക് കൊണ്ടുവരുന്നതും സാധനം കൊണ്ടുപോയിട്ടു മേലെ കൊണ്ട് തീയിട്ടു അടിയിൽ കത്തണ്ടേ, കത്തലേക്ക് കൊണ്ടുവരണ്ടേ. ഇതുപോലെ ദഹിക്കുന്നതൊക്കെ ഭക്ഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഫ്രൂട്ട്സ് എന്ത് ചെയ്യണം? കഴിക്കണം. എന്നിട്ട് അതിന്റെ മേലെ അത് ദഹിച്ചിങ്ങനെ വരുന്നതിലേക്ക് ചോറും ഇറച്ചിയും സാധനങ്ങൾ ചെല്ലട്ടെ. അതൊക്കെ ലെവലായ ശേഷം വെള്ളം അതൊക്കെ ക്ലിയറാക്കി. ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചാൽ അവിടെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ നിന്നും നടന്നും ഇരുന്നും ഒക്കെ തിന്നുവാനിട്ട് ഈ പരക്കര തൂക്കുന്നത് ഒരു നിരക്ക് നല്ലതാണ്. കാരണം ആവശ്യമില്ല ഒരു ഇരുന്നൂറ് നിൽക്കാം, മറ്റു വരെ കൊണ്ടിട്ട് ചെറുത്ത പദ്യ. പക്ഷേ ഇന്ന് അതുവരെ ചോറും നോൻ പിന്നെ നടന്നു തിന്നേണ്ടിയാണ്. അവിടെ നേരെ മറിച്ച് അവിടെ 4-5 കസേര ഇട്ടാൽ കുഴപ്പമില്ല. ഐസ്ക്രീം ഉണ്ടോ, ജിലേബി ഉണ്ടോ, സാധനങ്ങളുണ്ടോ, കാപ്പി കുടിക്കാൻ കൊടുക്കുന്നുണ്ടോ, ഒരു 4-5 കസേര അവിടെ ഉണ്ടോ. എന്തിന്? ഇരുന്ന് മാന്യമായിട്ട് തിന്നാനോ കുടിക്കാനോ കഴിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ പലയിടത്തും ഇത് വേണ്ടാലും ഈ നടക്കാൻ ആഗ്രഹിച്ചിട്ടാണ്. പിന്നെ വേണ്ടത് പറഞ്ഞു കൊടുക്കുക. മോനെ എങ്ങനെയാണ് വേണ്ടത്, അയച്ചടാ അത് ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അടുത്തേലും ശ്രദ്ധിച്ചോളൂ. അതെവിടെയാണെങ്കിൽ അങ്ങനെ എന്താ നമുക്കിത് പറഞ്ഞൊന്നുമില്ല കേട്ടോ, ആരും അറിയില്ല. അങ്ങനെ അപ്പൊ ചുരുക്കത്തെ ഇനി മുതൽ നമ്മൾ ഫ്രൂട്ട്സ് വെക്കുമ്പോൾ വേറെ ഗുണം കൂടി ഞാൻ പറഞ്ഞുതരാം. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. പ്രകൃതിയുടെ വിളിയാണ് വിശപ്പ്. അതെന്ത് നമ്മൾ ബാത്റൂമിലേക്ക് എപ്പോഴാണ് നമ്മൾ പോകരുത്? ബാത്റൂമിൽ എപ്പോഴാണ് നമ്മൾ പോകരുത്? നമ്മൾ കറക്റ്റ് 8 മണിക്ക് അനാർച്ചിട്ടാണ് ബാത്റൂമിൽ പോകരുത് അല്ല. പിന്നെ പോകണം എന്നാണ് തോന്നി ആണ് പോവുക. ഇതാണ് സത്യത്തിൽ വിശപ്പ്. പ്രകൃതി തന്നിട്ടുണ്ട്. അത് നമ്മൾ കുട്ടികളെ അങ്ങനെയാണല്ലോ. മുലപ്പാൽ കിട്ടാൻ ആണ്ട് കരി പാലം കൊടുത്തു നോക്കിയാ എന്റെ കുട്ടി നിർവഹിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ, അത് പ്രകൃതിയാണ്. പ്രകൃതി പറയും വിശക്കുന്നുണ്ട്. അപ്പോഴാണ് പോലും സത്യത്തിൽ വേണ്ടത് ഭക്ഷണം. അവൻ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. പ്രകൃതി വിളയാളമാണ് വിശപ്പ്. വിശക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ആമാശയത്തിൽ ഭക്ഷണം കിടപ്പുണ്ട് എന്നാണ്. അപ്പോൾ വീണ്ടും തിന്നരുത്, അത് ഓവർലോഡായിട്ട് മാറും. വിശപ്പ് മാറിയാൽ കഴിക്കൽ നിർത്തണം.
നമ്മൾ കിട്ടാല്ല ബിരിയാണി വെട്ടി മുറിഞ്ഞ് നമ്മൾ ഇപ്പൊ കിട്ടും. ഇനിയിപ്പോ അടുത്ത ആഴ്ച തക്കാലം കിട്ടിയിട്ട് വേണം കഴിച്ചണമെങ്കിൽ ആടിച്ചാണ്. അങ്ങനെയല്ല, വിശപ്പ് മാറിയെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ ദാഹം മാറി പിന്നെ വെള്ളം കൂടി നിർത്തൂലേ എന്ന പോലെ ഇത് നിർത്തണം. ഇനി ഒരാൾക്ക് നിവൃത്തിയില്ല, വിശപ്പ് മാറി എന്നാലും നല്ല ഫുഡാണ് ഒഴിവാക്കാൻ തോന്നൂല, ഒരു കാര്യം വയറിന്റെ 1/3 ആഹാരത്തിന്, 1/3 വെള്ളത്തിന്, 1/3 ശ്വാസോച്ഛ്വാസത്തിന് എണ്ണ തോന്നി കഴിക്കണം. അപ്പൊ 1/3 കഴിക്കാമോ? കുറച്ച് വലിയ റൂഹാണ്, എന്റെ റൂഹ കുറച്ച് വലിയ റൂഹ കുറച്ചുകൂടി ചെടിയാണ്. അപ്പൊ എന്ത് പറഞ്ഞതുപോലെ നമ്മളെ വയറ് അതനുസരിച്ചിട്ട് അതിന് 3/3 അതെന്ത് ചെയ്യുക, അത് കണക്കാക്കിയിട്ട് കഴിച്ചാൽ മതി. ഇനി ഭക്ഷണം കുറച്ചാലുള്ള ഗുണങ്ങൾ പറയാം. തിന്നപ്പോ വയസ്സുപ്പയൊക്കെ അപ്പുറത്തോട്ട്, അപ്പൊ ഇപ്പൊ നോക്കുമ്പോ പിന്നെ ചുക്ക് കാപ്പിയുണ്ട്. ഇനി എന്താ ബാക്കിയുണ്ടാകുക ആലോചിക്കുക. അപ്പൊ വിഭവങ്ങൾ കുറക്കുക. അതെല്ലാവരും ഒരാൾ മാത്രം കുറച്ചാൽ മറ്റൊരു പിസ്കരാണ്. ഓരോരുത്തർ പരിപാടിക്ക് എല്ലാവരും തീരുമാനിച്ചാൽ മതി, എന്നാ പ്രശ്നം തീരും. എല്ലാവരും തീരുമാനിച്ച അൻറ്റോടി ഇൻറ്റോടിയൊക്കെ അങ്ങനെ കേട്ടോ, ഇപ്പൊ തക്കാരത്തിൽ വരുമ്പോ അങ്ങനെ കേട്ടോ, അൻറ്റോടി തക്കര അങ്ങനെ കേട്ടോ, ഹലാസ് വിഷയം തീരും. ഇപ്പൊ ഈ തേടിപ്പോകൽ ഇപ്പൊ ഉണ്ടോ എവിടെയെങ്കിലും? പണ്ട് പുതിയാപ്പള തേടി പോയിട്ട് തരും. തേടിന് വേറെ പുതിയാപ്പള അറിഞ്ഞൂല, എത്ര തേടി പോവാണ് ഒക്കെ ഉറപ്പിച്ചിട്ട് വിളിച്ചതല്ലേ. പിന്നെ തേടി നാമൂസെന്നല്ല നിങ്ങൾ ആലോചിച്ചോക്കാ. നിങ്ങൾ ആ തേടിപ്പോലെ ഇപ്പം എല്ലാം എന്ത് ആരോ രാജ്യം വെറുതെ വാടകത്തിൽ നടക്കണ്ട, അതുകൊണ്ട് ആണ് വാടട്ട തേടി വേണ്ട. നമ്മളവിടെ കല്യാണത്താന്ന് നിശ്ചയമുണ്ടോ? കല്യാണത്താന്ന് നിശ്ചയമുണ്ട് തിരുവാത്തൊക്കെ അല്ലേ? അതല്ല, കല്യാണത്തിന് അന്ന് എന്ത് ചെയ്യുക, ഒരു കാരണന്മാരെ തറക്കൊക്കെ ഇട്ട് വീട്ടിലൊക്കെ ഒരുക്കി ഉഷാറാക്കിയിട്ട് ജീപ്പ് എടുത്ത് പോവുക. എവിടേക്ക് പോകുക? പുതിയാപ്പളുടെ പേരേക്ക്. ഇത് ചെന്നിട്ട് പിന്നെ ചായയും ചോറും ഒക്കെ കഴിച്ച് 9 പേർക്ക്. പിന്നെ നിങ്ങളിപ്പോ വന്നെന്താ വെച്ചാൽ നമ്മളെ കല്യാണ പരിപാടിക്ക് അവർ കൂടെ പറഞ്ഞിപ്പിച്ചാണോ? അതിവിടെ എന്നിട്ട് ആക്കല്ലേ? അങ്ങനെ ആക്കാം. പുതിയാപ്പുറത്തോട് കഴിയും കുഞ്ഞാപ്പോൾ അർജുനങ്ങൾ ആണ്. അങ്ങനെ പരിപാടി തിരുവാത്ത് ഇപ്പോഴുണ്ടത്. അത് പെട്ടത് എൻ്റെ പേര് തേടി പോകാൻ. ചോറ് പുതിയാപ്പളന്റെ അവിടെ ബംഗാളിച്ച് ചോദിച്ചിട്ടാ പോവാ. എന്നിട്ട് ഒരു 5 കിലോമീറ്റർ തയ്ച്ചുണ്ടാവൂല പെടലൂർ, അവിടെയും ചോറന്നെ. ഇപ്പൊ അത് മാറിയില്ലേ? ഇപ്പൊ അതെന്ത് ചെയ്തു? വെട്ടും റോസ്റ്റായിട്ട് മാറിയില്ലേ? അത് ചുരുങ്ങൾ അതാരാ? നമ്മൾ തന്നെ മാറ്റില്ല തുടങ്ങിയത് നമ്മൾ തന്നെയാണ്. നമ്മൾ 4 ആളുകൾ കൂടിയെത്തി അവിടെ അങ്ങനെ തന്നെയാണോ? അവിടെ അങ്ങനെ ഇപ്പൊ പണ്ടും പണം പറിച്ചിട്ടുണ്ടപ്പോ പണ്ട് പറഞ്ഞിട്ടുണ്ടോ 10 പവനും വേണം 1 ലക്ഷം ഉറുപ്പ്യം വേണം. അത് പറഞ്ഞ മോശം. അപ്പൊ പൈസ ചോദിക്കണ വശത്തര അല്ലേ? പുതിയ തക്കാത്ത ചെല്ലുമ്പോ അമ്മായിമ്മ പാലും കൊടുക്കണം, മോതിരം ഇട്ട് കൊടുക്കണം അല്ലേ? ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടോ? 100 തക്കാത്ത പോകുമ്പം കായ് രുചി കൊടുക്കണ്ടേ? അന്ന് അവിടെ നിൽക്കണമല്ലോ. എന്നിട്ട് വേണം അന്ന് പലിച്ചക്ക് നെയ്ച്ചോറും നെയ്യൊക്കെ കൂട്ടി ഈ നോമ്പ് വെൽക്കുമ്പോഴൊക്കെ നെയ്ച്ചോറൊക്കെ അന്തിക്ക് വെച്ചാൽ തന്നെ പിറ്റേന്ന് ദാഹിച്ചിട്ട് എവിടേക്ക് പോകും. അത് നെയ്യൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകും വേണ്ടേ? നാളിന്റെ തക്കായത്തിന് ബത്തേരിയാണോ? ബത്തേരിയൊക്കെ നാളിയാണ് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ കേട്ട് ഓർമ്മയുണ്ട്. ഉമ്മ ചോദിച്ച് എന്തിനാണ് ഉണ്ടായിന് ചോദിച്ചു. ഇപ്പോഴും മല കവറൊന്ന് ഓർമ്മ കൊടുക്കട്ടെ. പണ്ട് അങ്ങനെയാണ്, നാമൂസാണ്. ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പൊ നോക്കാൻ പോയിട്ട് വേണം പോലെന്നുള്ളതല്ലാതെ സോണിയും കുടിച്ച് പോലും വരുന്നാൽ ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ മാറ്റി മാറും. ഇതൊന്നും തീരല്ല, തീരെ ഒരു വിഷയം. നമ്മൾ തുടങ്ങിയ ചെറുപ്പാടുകളാണ്. അവ ചുരുക്കി പറഞ്ഞാൽ അത്തരം വിഭവങ്ങളൊക്കെ കുറച്ചാൽ പൈസക്ക് കുറഞ്ഞു കിട്ടും, മരുന്നിന് കുറവ് കിട്ടും, പടച്ചൊരു തീസാബും കുറഞ്ഞു കിട്ടും. പിന്നെ ഉള്ളത് എന്താണ്? നിലത്തിരുന്ന് കഴിക്കുക. അത് വലിയൊരു പോയിന്റ്. മുസ്തമാർക്ക് കണ്ടുകൾ അറ്റിപ്പാത്രം തുറന്നു വെക്കും, ഈ ചമ്മാൻ പറഞ്ഞിരിക്കും, അത് കഴിച്ചിട്ടിരിക്കും. അങ്ങനെ കഴിക്കണം ഭക്ഷണം. നന്ദനുകൾ ഈ വഴിയുണ്ടാവും. ചിലപ്പോൾ വയറ് മടങ്ങി നിൽക്കുന്നതിനാൽ വേഗം വയറ് നിറഞ്ഞതായി തോന്നും. അപ്പൊ അത് വേഗം നിർത്തിക്കാളും. ഇങ്ങനെ ചുഴിഞ്ഞിരിക്കുമ്പോഴേ ഇത് ഇരുത്തം നല്ല ഇരുത്തല്ലേ, അങ്ങനെയാണ് ഈർച്ചപ്പൊടിച്ചൊക്കെ പോണാരി പോകുക. ഇത് ഉടുക്കായി പോണത് അവസാനിച്ചിടണോ? മുമ്പിട്ട് തീർന്നെങ്കിൽ കിട്ടോ, കാരണം കണ്ടുവരെ കാണില്ല. ഇതിങ്ങനെ തടസ്സമില്ലാതെ പോവുകയാണ്. അപ്പൊ അത് വേണ്ട, ചുളിഞ്ഞിരിക്കുക. അപ്പൊ നീച്ചു നോക്കുമ്പോ അപ്പൊ ഒരു ആശ്വാസമുണ്ട്. ഇപ്പൊ കുറച്ച് വെള്ളം കുടിച്ചാൽ അതേപോലെ ഇങ്ങനെ എന്ത് ചെയ്യണം? റസൂൽ അങ്ങനെയാണ് നിലത്തി ഇരുന്നിട്ട് എന്താക്കുന്നത്? ഭക്ഷണം കഴിച്ചിരുന്നത്. പിന്നെ കൃത്രിമ രുചി കൂട്ടുകൾ ഒഴിവാക്കുക. അജീനമോട്ടോ, സാലിബേശി തന്നെ അജീനമോട്ടോ, അതുപോലെ തന്നെ ചൊറുക്കുണ്ടാകാൻ വേണ്ടി കൂട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ വേറെ വേണം. ആ രീതിയിലുള്ളവർക്ക് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. പിന്നെ വർക്ക് ലാസ്റ്റ് 40 വയസ്സ് പിന്നിട്ടവർ ജാഗ്രത. 40 കഴിഞ്ഞ എല്ലാത്തിനും മാറ്റം വേണമെന്നാണ്. ആത്മീയതയിൽ മാറ്റി വിവാദത്തിൽ കൂടണം, ഭക്ഷണത്തിൽ കുറക്കണം. 40 വയസ്സ് പിന്നിട്ടവർ ആഹാരത്തിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക നിർബന്ധമായിട്ടും. അപ്പൊ പണ്ട് നിന്ന 3 പൊറോട്ടപ്പൊക്കെ വെക്കണ്ട.
പണ്ട് ഇറച്ചി നല്ലോണം തിന്നപ്പോൾ തിന്നണ്ട, ബിരിയാണി തിന്ന് അതൊക്കെ പൂതിക്ക് മാത്രം എന്ത് ചെയ്യുക തിന്ന, പൊച്ചും കരിച്ചൊക്കെ വല്ലാതെ പൂതിയാകുമ്പോൾ ചാറിച്ചോ വറ്റിയൊക്കെ തിന്ന. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ ചർച്ച ചെയ്ത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല തുടക്കം ബിസ്മി കൈ കഴുകലും, നേരത്തെ പല വെള്ളടിയിൽ കുടിക്കാതിരിക്കലും, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കും. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ ചില സ്ഥലത്ത് കഴിയുമ്പോൾ ഒന്ന് കുത്തുർന്ന് നീച്ചേണ്ടി വരും, അല്ലാതെ ഒരു വിഷമവും. അപ്പൊ ആദ്യത്തെ കഴിക്കുന്നത് തന്നെ ശ്രദ്ധിക്കുക, കുത്തുർന്ന് നീച്ചാൽ വേറുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് താങ്ങി കഴിക്കുക. അപ്പൊ ഇവിടുന്ന് കുറച്ച് ബിരിയാണി തന്നെ അടുത്ത് വെറുചോറാക്കുക, അപ്പുറത്ത് വെറുതാക്കുക. ഈ വൈരുദ്ധ്യം വരാതിരിക്കാൻ നോക്കുകയും ചെയ്യാം. അങ്ങനെ നോക്കിയാൽ കുത്തുർന്ന് നീച്ചാൽ 4 5 പരിപാടിക്കൊക്കെ പോണിടത്തുനിന്ന് ഒരിടത്തുനിന്ന് ചോറ്, ഒരിടത്തുനിന്ന് വെള്ളം, ഒരിടത്തുനിന്ന് പായസം, അങ്ങനെയൊക്കെ പാഴായിട്ട് എന്ത് ചെയ്യുക ഉറപ്പിക്കുക. അങ്ങനെ അവനാടെ തടി കാത്താൽ ദുനിയാവിന് നല്ലതാണ്. മാത്രമല്ല ആ ചിട്ടകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നാളെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരുപാട് സൂഫിയാക്കൾ കരഞ്ഞിട്ടുണ്ട്. ഉമർ ഫാറൂഖ് തങ്ങൾ തന്നെ അത് അവസാന കാലഘട്ടത്തിൽ പൊരിച്ച മീൻ അല്ല കറി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആ കരിപ്പാത്രം നോക്കിയിട്ടാണ് കരഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഉമർ ഫാറൂഖ് പറഞ്ഞു, വിശന്നിട്ടാണ്, റൊട്ടി കൊണ്ടുവരാൻ പറഞ്ഞു, നല്ല വിശപ്പുണ്ട്, കൊണ്ടുവന്നിട്ട് റൊട്ടി കറി കൊണ്ടുവന്ന് വെച്ചു. ആ കരിപ്പാത്രം നോക്കിയിട്ട് ഉമർ ഫാറൂഖ് കരഞ്ഞു. ഭരിക്കണ കാലഘട്ടത്തിലാണ്. അവർ എന്തേലും വെച്ച് സുബ്ഹാനല്ലാഹ് ഉദുമാനി ഫി ഇനാഇൻ വാഹിദിൻ, ഇതെന്ത് കഥ, ഒറ്റ പാത്രത്തിൽ 2 സൈസ് കറിയോ. വൃത്തിന് അന്തം വിട്ടു. ഇല്ല അമീർ മുഅ്മിനീൻ ഒരു വരെയുള്ളൂ. എന്താ സംവിധാനങ്ങള് തൂമിച്ചതാണ്, വറവിട്ടതാണ്. വറവിടുമ്പോ വെളിച്ചെണ്ണ വേറെ പൊന്തിക്കുമല്ലോ, അതാ സംഭവം. അന്നൊന്നും വറവിട്ട കറി വളരെ ചുരുക്കാണ്. ടേസ്റ്റ് വറവിടുന്നത് എന്തിനാ, ഇങ്ങനെ വറവിടുന്നത് ടേസ്റ്റ് കിട്ടാനാണ് എന്നെ വറവിടുന്നത്. അപ്പൊ മുലപ്പാടുക്കത്തോളം പഠിച്ചോനെ, ഞാൻ ഈ ടേസ്റ്റുള്ള ഭക്ഷണം ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പട്ടിണിപ്പാവം ഒരു നേരം ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയാകൂലേ, വേണ്ട കൊണ്ടേക്കൊള്ളിയ കറി കൊണ്ടുപോകാൻ പറഞ്ഞു. പച്ചവെള്ളം റൊട്ടി മാത്രം കഴിച്ചു, തിന്നാൻ ബുദ്ധിലായിട്ടല്ല, പഠിച്ചോനെ പേടിച്ചിട്ടു. ഇതാണ് മുൻഗാമികൾ. നമുക്ക് നല്ല ഫുഡ് ഇൻഷാല്ലാഹ് സ്വർഗത്തിലുണ്ടാവും. അന്ന് എത്തിച്ചേരട്ടെ. അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് തടസ്സം നിൽക്കുന്ന ഹറാമായ ഭക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കും പ്യൂർ ഹലാൽ മാത്രം ഭക്ഷണം കഴിപ്പിക്കാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. കഴിക്കുന്ന സമയത്തും തന്നെ ഹലാലാണെന്ന് ഉറപ്പുള്ളത് മാത്രം കഴിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. നമുക്ക് ഭക്ഷണം തരുന്ന ആൾക്കാരും അൽഫലാഹിൽ കൊടുക്കുന്ന ആളുകൾ, ഞങ്ങളെപ്പോലത്തവരൊക്കെ പഠിക്കുന്ന സമയത്തും ഇപ്പോഴും ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്ഥിരമായി ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്കാർ ഇബ്രാഹിമാണ് ഇടക്കിടക്ക് കൊണ്ടുവന്നിരുന്നത്. ഇന്നിപ്പോൾ മുസ്ലിമിന്റെ വകുണ്ട്, മുസ്ലിമിന്റെ വക, അള്ളാഹൊക്കെ നീ കബൂലാക്കണം റഹ്മാനെ. എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കണേ അള്ളാഹ്. കൂടുതൽ നല്ല മുനിങ്ങൾക്കും നല്ല സദസ്സിലേക്കും ഭക്ഷണം ഭക്ഷിപ്പിക്കാനുള്ള സമ്പത്തും തൗഫീഖും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നാളെ സുഖലോക സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കാൻ, ഹൗദുൽ കൗസർ കുടിക്കാൻ അതൊരു കാരണമാക്കി തീർക്കണേ അല്ലാഹ്. പടച്ചോനെ, മഹാന്മാരുടെ പേരിൽ, മഹദികളുടെ പേരിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ച ഉപ്പാപ്പമാർ ഉപ്പാമ്മമാരൊക്കെ പേരിൽ, ഞങ്ങളുടെ ഉസ്താദുമാരൊക്കെ പേരിൽ ഭക്ഷണങ്ങൾ കൊടുക്കാനും അത് കഴിക്കാനും അത് കൊടുത്ത ആളുകൾ സ്വർഗത്തിൽ വെച്ച് കണ്ട് പരിചയപ്പെടാനും സന്തോഷം പങ്കുവെക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്.